മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന വിഷയമായിരിക്കും ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി തൃശ്ശൂർ സെക്രട്ടറിയുമായ മുജീബ് റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. സാറ് ലോ കോളേജിലെ നമ്മുടെ ഏരിയ സെൻറ്ററിന് ഏറ്റവും പരിചിതമായ ഒരു മുഖമാണ്. ഒരു ജഡ്ജ് എന്ന പദവിയിൽ നിൽക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവയിൽ ഇടപെടുകയും സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ DLSAയുടെ തൃശ്ശൂരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിലുപരി നമ്മുടെ ഓരോരുത്തരുടെയും ചങ്കു ബ്രോയുമായ മുജീബ് റഹ്മാൻ സാറിനെ ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Good morning to all. My dear learned friend, Mr. P.K. Balakrishnan, who is on the dais, next resource person, and other dignitaries of the dais, and my beloved dear friends. Here onwards, we are on negligence. I request you not to be negligent in my class also. Let me start with a quoting from William Shakespeare on negligence. In persons grafted in a serious trust, negligence is a crime. എന്ന് ഷേക്സ്പിയർ വളരെ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. നമ്മുടെ ലോ വിദ്യാർത്ഥികൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഐ ട്രസ്റ്റഡ് യു എന്ന് പറയുന്നതിൽ ലോകത്തെ എല്ലാ നിയമങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഇഷ്യൂസാണ് ഈ 2 ദിവസത്തെ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ മുഴുവനുള്ളത്. അത് സ്ട്രൈക്ക് ആയാലും അത് എത്തിക്സ് ആയാലും അത് ലോ ആയാലും ട്രസ്റ്റ് എങ്ങനെ ബ്രേക്ക് ചെയ്യപ്പെടുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ക്യാൻ ഇമാജിൻ, നമ്മൾ ഒരു മടിയും കൂടാതെയാണ് ടേക്കിംഗ് ദ മെഡിസിൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ. അത് വിഷമാണെങ്കിലും അത് നമ്മളെ കൊല്ലുന്നതാണെങ്കിലും നമ്മൾ എടുക്കും. ഒരു വക്കീൽ പറഞ്ഞാൽ നമ്മൾ എവിടെയും ഒപ്പുവയ്ക്കും, വായിച്ചു പോലും നോക്കില്ല. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്, ക്ലയൻറ്റ് ആൻഡ് ലോയർ, ഓൾ റെസ്റ്റ് ഓൺ ട്രസ്റ്റ്. അതാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. അതിലൊരു നിയമമില്ല എന്നുള്ളതാണ്. അത് ദൈവമാണ്. എന്താ, ദൈവം ഒരിക്കലും അനീതി പ്രവർത്തിക്കില്ല എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുപോലെയാണ് ഈ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൽ അനീതിയില്ല. വൈ? നമ്മൾ ഒന്നും കാര്യകാരണ സഹിതമോ ഒന്നുമല്ല ആ ബന്ധത്തിനെ കാണുന്നത്. നമ്മൾ വിഷം മെഡിസിനാണെന്ന് പറഞ്ഞ് എഴുതി തന്നാൽ എന്തും, നമ്മളെ ഒരു ടെസ്റ്റും ചെയ്യാതെ എഴുതി തന്നാൽ, നിങ്ങളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ എഴുതി തന്നാൽ നമ്മൾ അതങ്ങനെ തന്നെ സോൾവ് ചെയ്യും. അങ്ങനെ ഒരു വക്കീൽ അഡ്വൈസ് തന്നാൽ നമ്മളത് അങ്ങനെ തന്നെ എടുക്കും. വൈ? നമ്മൾ വിചാരിക്കുന്നു അയാൾ നമ്മളോടൊരു ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് റെസ്റ്റ് ഓൺ ട്രസ്റ്റിൽ അയാളുടെ സ്കില്ലും അയാളുടെ യോഗ്യതയും അയാളുടെ നോളേജും എൻ്റെ ഏറ്റവും നല്ല ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അയാൾ പ്രവർത്തിക്കുക എന്നുള്ള ട്രസ്റ്റിലാണ് ഞാൻ എൻ്റെ ഒറിജിനൽ ആധാരവും എല്ലാം ഒരു വക്കീലിനെ ഏൽപ്പിക്കുന്നത്. ഇത് തമ്മിൽ നല്ല അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ടാണ് ഓൺ നെഗ്ലിജൻസിൽ വക്കീലന്മാരുടെ ഡ്യൂട്ടീനെ മറികടന്നുകൊണ്ട് നമുക്ക് ഇത് പറഞ്ഞു പോകാൻ വേണ്ടി സാധിക്കുകയില്ല. അതാണ് നമ്മൾ ഇനി കുറച്ച് സമയം, വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കാം. ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് ചില്ലറ എൻ്റെ സാത്വിക ബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള പള്ളിയുണ്ട്. അതുകൊണ്ട് ഒരു 45 മിനിറ്റ് കൊണ്ട് നമുക്കത് പറഞ്ഞു തീർക്കാം. ഇതിൽ ലോർഡ് ഡെന്നിങ്ങിൻ്റെ ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ നെഗ്ലിജൻസിലേക്ക് വരാം. വെൽ ഡീലിംഗ് വിത്ത് എ സിമിലർ കേസ് ഇൻ ഇംഗ്ലണ്ട്, ലോർഡ് ഡെന്നിങ് പറഞ്ഞത്, എ മെഡിക്കൽ പ്രാക്ടീഷണർ വാസ് നോട്ട് ടു ബി ഹെൽഡ് ലയബിൾ സിംപ്ലി ബിക്കോസ് തിങ്സ് വെന്റ് റോങ് ഫ്രം മിസ്ചാൻസ് ഓർ മിസ്അഡ്വെഞ്ചർ ഓർ ത്രൂ ആൻ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് in choosing one reasonable course of treatment in preference to another. A medical practitioner would be liable only where his conduct fell below that of the standards of a reasonably competent practitioner in this field. അപ്പോൾ വേറെ മരുന്നുണ്ടായിരുന്നുള്ളതോ വേറെ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളതോ വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നുണ്ടല്ലോ അത് അയാൾ ചെയ്തില്ല എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഫോർച്ചുനേറ്റ്ലി
Now all this confusion, complexity, everything is settled by a landmark judgment by the Honorable Supreme Court. ഇതിലൊരുപാട് പ്രശ്നമുള്ളൊരു വിഷയമാണിത്. ഇതൊന്നും നമുക്ക് ഒരു തലത്തിലും ചർച്ച ചെയ്ത് തീരാത്ത വിഷയമാണ്. കാരണം ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്താണെന്ന് ഡോക്ടർക്കും അറിയില്ല, ജഡ്ജിനും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. ശരിക്കും ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൻ്റെ ജൂഡിസ്പ്രുഡൻസ് ഒക്കെ പഠിച്ചാൽ നമുക്ക് ഇപ്രാവശ്യം ഇതുപോലുണ്ടായിരുന്ന ജഡ്ജ്മെൻറ്റ്സ് ഒന്നും വരില്ല എന്ന് വ്യക്തമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ട്രസ്റ്റിൽ ബിലീവ് ചെയ്യുന്ന ഒരു രണ്ടാൾ തമ്മിലുള്ള വിഷയങ്ങളിൽ അതിൽ വരുത്തുന്ന നെഗ്ലിജൻറ്റ് എന്ന് പറയുന്നത് ക്രിമിനൽ ആകുന്നത് എപ്പോഴും, സിവിലാകുന്നത് എപ്പോഴും, വാട്ട് ഈസ് ജനറലി നെഗ്ലിജൻസ്, വാട്ട് ഈസ് ക്രിമിനൽ നെഗ്ലിജൻസ്, വാട്ട് ഈസ് അമൗണ്ട്സ് ടു നെഗ്ലിജൻസ് ഇൻ തോട്ട് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ച് നേരം കൊണ്ട് പറഞ്ഞുതരാം. ആൻഡ് നിങ്ങൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നൗ ദ ലോ ലേ ഡൗൺ ബൈ ദ ഓണറബിൾ അപ്പെക്സ് കോർട്ട് വിച്ച് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ് അണ്ടർ ആർട്ടിക്കിൾ 153 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കൊരു കൃത്യമായ ഐഡിയ കുറച്ച് സമയം കൊണ്ട് വേഗം ഉണ്ടാക്കാം. അതിന് ഞാൻ മറ്റുള്ള ഒരു കാര്യത്തിലേക്കും പോകുന്നില്ല, ഓൺലി ഓൺ നെഗ്ലിജൻസിൽ മാത്രം നിന്നോട് സംസാരിക്കാം. ഞങ്ങൾക്ക് ഞാൻ ഉദാഹരണം തരാം. ഇപ്പോൾ ഒരു വക്കീലിൻ്റെ അടുത്ത് നിങ്ങൾ പോകുന്നു, നിങ്ങൾ ഒരു അഗ്രിമെൻറ്റ് ടു സെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വസ്തു വാങ്ങാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി, 5 ലക്ഷം രൂപ നിങ്ങൾ അഡ്വാൻസ് കൊടുത്തു. പിന്നെ നിങ്ങളെ പറഞ്ഞ ഡേറ്റ് വന്ന് പോയപ്പോൾ അയാൾ വസ്തു നിങ്ങൾക്ക് ആധാരം ചെയ്തു തരാൻ തീരുമാനിച്ചില്ല. ദെൻ യു കോണ്ടാക്റ്റഡ് എ ലോയർ. അയാൾ പറയുന്നു നമുക്കൊരു സ്പെസിഫിക് പെർഫോമൻസ് സൂട്ട് ഫയൽ ചെയ്യാം, അതാണ് അതിൻ്റെ റെമഡി. അത് റീസണബിളായ കോമ്പീറ്റൻ്റായ സാധാരണ ലോയർ ആണ്ടോ സർക്കംസ്റ്റൻസസിൽ നമ്മളോട് പറയുന്ന കറക്റ്റ് റെമഡിയാണ്. അയാൾ അവിടെ നെഗ്ലിജൻ്റ് അല്ല. ഞാൻ പറഞ്ഞു വരുന്ന ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇത് വക്കീലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അയാൾ നമ്മളോട് സൂട്ട് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു, ഫീസൊക്കെ മേടിച്ചു വെച്ചു. ഇതിൻ്റെ സ്പെസിഫിക് റിലീഫ് ആക്ട് പ്രകാരമുള്ള സ്പെസിഫിക് പെർഫോമൻസിൻ്റെ സൂട്ട് കൊടുക്കണം. അവിടം വരെ യാതൊരു നെഗ്ലിജൻസും വരുന്നില്ല. അയാൾ സൂട്ട് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നോ, ഇതിൻ്റെ കോർട്ട് ഫീ എത്രയാണെന്നോ, ഇത് കോർട്ടിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നോ ഒന്നും അറിയാതെ നിങ്ങൾ സിംപ്ലി പേയിങ് ഓൺ ട്രസ്റ്റ്. എത്ര അയാൾ പറയുന്നു, അയാൾ പറയുന്ന ക്ലാസ്സിലൊക്കെ ഒപ്പിടുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നു. സൂട്ട് ഫയൽ ചെയ്ത് കോടതിയിൽ ട്രയൽ വരുമ്പോഴാണ് അറിയുന്നത് സെക്ഷൻ 20 സ്പെസിഫിക് റിലീഫ് ആക്ട് പറയുന്നുണ്ട്, ദ പ്ലെയിൻറ്റിഫ് മസ്റ്റ് അവർ ആൻഡ് പ്രൂവ് ദാറ്റ് ഹി ഹാസ് ബീൻ എവർ റെഡി ആൻഡ് വില്ലിംഗ് ടു പെർഫോം ദ പാർട്ട് ഓഫ് ദ കോൺട്രാക്ട് എന്ന് പറയുന്നുണ്ട്. അത് സാധാരണക്കാരൻ അറിയുന്ന കാര്യമല്ല. അവൻ പൈസ കൊടുത്തു, അവൻ്റെ സ്ഥലം എഴുതി തന്നില്ല, അതിന് എനിക്ക് ആധാരം ചെയ്ത് കിട്ടേണ്ട സൂട്ട് ആയിട്ട് ഞാൻ വരുമ്പോൾ എനിക്ക് ആധാരമാണ് എഴുതി കിട്ടേണ്ടത്. പക്ഷേ നിങ്ങൾ പഠിച്ചിറങ്ങി വരുമ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ അറിയേണ്ട, സ്കില്ലുള്ള ആൾ അറിയേണ്ട, ഏത് വക്കീലും ഒരു വക്കീലെന്ന നിലയ്ക്ക് ചെയ്യേണ്ട ജുഡീഷ്യറി റിലേഷൻഷിപ്പ് ചെയ്യേണ്ട നിയമപരമായി ഔട്ട്സൈഡ് ഡ്യൂട്ടി, ബ്രീച്ച് ഓഫ് ദ ഡ്യൂട്ടി, അവിടെയാണ് നെഗ്ലിജൻസ് വരുന്നത്. അയാൾ അത് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ തൗസൻഡ്സ് ഓഫ് സൂട്ട് തള്ളിയിട്ടുണ്ട്, അവിടെ നെഗ്ലിജൻ്റ് ആരുടെ ഭാഗത്താണെന്നറിയോ? ഹീ ഡിഡിൻറ്റ് എവർ ആൻഡ് പ്രൂവ്. അയാൾ അത് പ്ലെയിൻറ്റ് പറയുന്നില്ല. അത് പ്ലെയിൻറ്റിഫ് അയാളോട് പറഞ്ഞതാണ്, ഞാൻ എപ്പോഴും പൈസ കൊടുക്കാൻ റെഡിയായിരുന്നു, ഞാൻ എപ്പോഴും തയ്യാറായിരുന്നു. ആ വാക്ക് 2 അതിലില്ലെങ്കിൽ വേറെ എന്തൊക്കെ തെളിവ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അപ്പോൾ അവിടെ ആരാ നെഗ്ലിജൻറ്റ്? ഇവിടെയാണ് വക്കീൽ നെഗ്ലിജൻ്റ് ആവുന്നത്. ഈസ് ഇറ്റ് ക്രിമിനൽ? അവിടെയാണ് പ്രശ്നം. വക്കീലന്മാർക്ക് ക്രിമിനൽ വരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരെ IPC സെക്ഷനിൽ പെടുത്താൻ പറ്റുന്നില്ല. അത് നമ്മുടെ ലോർഡ് ഡെന്നിങ് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, എ പേഴ്സൺ ഈസ് നോട്ട് പ്രോസിക്യൂട്ടഡ് ഫോർ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് അഡ്വക്കേറ്റ്സ് ഓൺലി എന്നാണ്. അഡ്വക്കേറ്റ് മാത്രമാണ് നിയമം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ശിക്ഷിക്കപ്പെടാത്ത ഏക ആളുകൾ. അവർക്ക് എന്ത് നിയമനിഷേധവും കോടതിയിൽ കാട്ടാം. അതുകൊണ്ടാണ് നേരത്തെ പ്രസംഗിച്ച ആൾ വളരെ ആപ്റ്റ്ലി ആൻഡ് കറക്റ്റ്ലി പോയിൻറ്റഡ് ഔട്ട്, ഈ 2 ഫീൽഡ് എന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര സംഭവമാണ്. 14 കൊല്ലത്തെ ജഡ്ജായിട്ട് ഞാൻ പറയുന്ന ആ 2 വാക്കുകൾ ചേർക്കേണ്ട ഒരു സാധാരണ ലേമേൻ്റെ കടമയല്ല. അങ്ങനെ ഈസ്മെൻറ്റ് സൂട്ടിൽ ഞാൻ നിങ്ങൾക്ക് നെഗ്ലിജൻസ് പറയുമ്പോൾ അത് മനസ്സിലാവും. ഈസ്മെൻറ്റ് സൂട്ടിൽ നമ്മൾ പറയണം ഏത് ഈസ്മെൻറ്റ്, 5-10 ഈസ്മെൻറ്റ് ഉണ്ട്. നെസസിറ്റി ആണോ പറയുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേറെയാണ്. ഞാൻ പിന്നെ ഈസ്മെൻറ്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ ആണോ പറയുന്നത്, 20 years ഞാനത് ഉപയോഗിച്ചിട്ടുള്ള വഴി അവകാശമാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞാലാണ് ലീഗലി ഫ്രെയിം വർക്കിൽ അവൻ്റെ വഴി എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വക്കീലിൻ്റെ പ്രാഥമിക കർത്തവ്യമാണ്. അതിന് പകരം നിങ്ങളൊക്കെ ലോ പാസ്സാകുമ്പോൾ ഈ നെഗ്ലിജൻസ് സൂട്ടിന് ഇഷ്ടം പോലെ വരാം. ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ നല്ല വിവരമുണ്ട്. നെസസിറ്റി പറയുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണം, വേറെ വഴിയില്ല എന്നുള്ളതല്ല നെസസിറ്റി. അത് ലോയിൽ പറയുന്നുണ്ട് എന്താ നെസസിറ്റി, അത് വക്കീലിന് മനസ്സിലാണോ? അപ്പോൾ കക്ഷി പറയുന്നതിൽ നിന്ന് ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ സൂട്ട് എനിക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല, എൻ്റെ സ്കോപ്പിനപ്പുറമാണ്, ഈ ഓപ്പറേഷൻ എനിക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഞാൻ ചെയ്യേണ്ടതല്ല. ഞാൻ കട്ടപ്പനയിൽ സബ് ജഡ്ജായിരുന്നപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അല്ലാത്ത ഒരു ലേഡി ഡോക്ടർ, ഒരു ലേഡി കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയപ്പോൾ അവൾ പ്രഗ്നൻ്റാന്ന് പറഞ്ഞ് ഡയഗ്നോസിസ് ചെയ്തു. 6 weeks പ്രഗ്നൻ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഡയഗ്നോസിസ് ചെയ്ത് ചികിത്സയൊക്കെ നടത്തി. ലാസ്റ്റ് അവർ വലിയ ആഘോഷപൂർവ്വം ചടങ്ങ് നടത്തി തൃശ്ശൂരിലേക്ക് വിളിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തു. കട്ടപ്പനയ്ക്ക് കല്യാണം കഴിച്ചിരുന്ന ഒരു ലേഡിയാണ്. കുറച്ച് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു ദിവസം ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ഒക്കെ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അവർക്ക് യൂട്രസിൽ എന്തോ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ, പ്രഗ്നൻ്റ് അല്ല. അങ്ങനെ ഷീ ഫയൽഡ് എ സൂട്ട് ബിഫോർ മീ. അവിടെ ഹൈക്കോടതിയിലെ ഡോക്ടർമാർക്കൊക്കെ വേണ്ടി വലിയ വലിയ വക്കീലന്മാർ വരും. അവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് വെച്ചു കൊടുത്ത ഒരു വക്കീൽ മാത്രമേ ഈ സ്ത്രീക്കുള്ളൂ.
അയാൾക്ക് പറ്റുന്ന പോലെ, അയാൾക്ക് ലീഗൽ നമ്മുടെ മെഡിക്കൽ എക്സ്പേർട്സൊക്കെ കുറവാണ്, ലീഗൽ നോളജൊക്കെ കുറവാണ്. പക്ഷേ അയാളെ ഞാനും ഒരു സൈഡിൽ നിന്ന് സഹായിച്ചു കൊടുത്ത് ആ ഡിസിഷൻ നോക്കൂ, ഈ ഡിസിഷൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 5 lakhs rupees കോമ്പൻസേഷൻ ഞാൻ അവിടെ നിന്ന് വിധിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പീൽ എന്തായെന്ന് അറിയില്ല. അതായത് അതിൻ്റെ വക്കീലെടുത്തൊരു വാദം വളരെ വിചിത്രമായ വാദമാണ്. അയാൾ ഇതൊക്കെ ചെയ്തിട്ട് എവറിത്തിങ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൺ റെക്കോർഡ്സ്, പ്രിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്. അന്ന് തന്നെ ആദ്യം ചെന്നെന്ന് തന്നെ ഒരു ടെസ്റ്റ് നടത്താതെ ഞാൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് വയലിൽ കൈവച്ച് നോക്കിയിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് എഴുതി കൊടുക്കുകയും അതിനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയും അതിലൊക്കെ എഴുതിയിട്ടുണ്ട് ഷീസ് പ്രഗ്നൻ്റ് എല്ലാം എഴുതി. എന്നിട്ട് ആ ഡോക്ടർ ഡിനേ ചെയ്തിട്ട് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒരു പ്രത്യേക രോഗമാണ്, ഒരു മാനസികാവസ്ഥയാണ്, കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിക്കുന്നത്. ആ രോഗത്തിനൊരു പേരൊക്കെ വക്കീൽ കൊണ്ടുവന്നിരുന്നു. ഐ ഡോണ്ട് നോ, ഇപ്പം ഓർമ്മിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കേസ് അവർ ഡിഫെൻഡ് ചെയ്ത് ഹൈക്കോടതിയിൽ ഒരു വലിയ വക്കീൽ വന്നിട്ട് 1,00,000 രൂപയൊക്കെയാണ് അയാൾ അവിടേക്ക് കുന്നുകയറി വരുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അയാൾ എടുത്തൊരു വാദം, അതാണ് വാദങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകുമെങ്കിലും ആ ട്രസ്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. റെപ്സിപ്സാ ലിക്വിറ്റർ എന്ന് പറയും, തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എന്നുള്ളൊരു പദമുണ്ട്. അതായത് കള്ളുടിയനെ കണ്ടാലും അയാളുടെ വാസന കേട്ടാലും അയാളുടെ നടപ്പ് കണ്ടാലും നമുക്കറിയാം അയാൾക്ക് എന്താ കുഴപ്പമെന്ന്. അതാണ് റെപ്സിപ്സാ ലിക്വിറ്റർ എന്ന് ചുരുക്കി പറഞ്ഞാൽ ലോക്കോളജിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കള്ളുടിച്ച് ആളെ കണ്ടാൽ എന്താണോ തോന്നുന്നത് അതിനാണ് റെപ്സിപ്സാ ലിക്വിറ്റർ. നോ അതർ പ്രൂഫ് ഈസ് റിക്വയർഡ്, തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. അത് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ആ വക്കീല് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സൂട്ട് തോറ്റുപോയാൽ നെഗ്ലിജൻസ് ഇല്ല. ദാറ്റ് ഈസ് എ യൂഷ്വൽ ഔട്ട്കം. മിസ് ചാൻസ്, നേരത്തെ ലോഡിങ്സ് പറഞ്ഞ പോലെ മിസ് അഡ്വഞ്ചർ, അയാളെല്ലാം ചെയ്ത് വെച്ചിട്ട് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുപോകുന്നതും ഇയാളിത് ചെയ്യാതെ വിട്ടുപോകുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഡോക്ടർ ആ സർക്കംസ്റ്റൻസസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓപ്പറേഷൻ സക്സസ്, പേഷ്യൻ്റ് ഡൈഡ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അത് നെഗ്ലിജൻ്റ് അല്ല. അപ്പോൾ എന്താണ് നെഗ്ലിജൻസ്, എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുക, വാട്ട് ഈസ് ക്രിമിനൽ നെഗ്ലിജൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിവിൽ ആൻഡ് ക്രിമിനൽ നെഗ്ലിജൻസ്, എല്ലാ കാര്യത്തിലും ക്രിമിനൽ നെഗ്ലിജൻസ് നിൽക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിന് നമുക്കിപ്പോൾ സെറ്റിൽഡ് ആയൊരു പൊസിഷൻ ഉണ്ട്. കാരണം ഡോക്ടർമാരുടെ ആ പ്രവൃത്തിൻ്റെ കോംപ്ലക്സ്, അതിൻ്റെ വെറാസിറ്റി, അതിൻ്റെ ഡെപ്ത്, അതിൻ്റെ ഞാൻ പറഞ്ഞ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലെ കോംപ്ലക്സിറ്റി, ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറൊന്നും ഇപ്പം കൺസ്യൂമർ പ്രൊട്ടക്ഷനിലും ഇപ്പോൾ ഒരു ഡോക്ടർക്കും തൻ്റെ കത്തി, അതായത് സർജറിയുടെ കത്തി കൈവറച്ചുകൊണ്ടോ ലീഗൽ പ്രോസിക്യൂഷൻ ഭയന്നുകൊണ്ടോ എടുക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി ആ ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ശരിയാണ്. അവരെ നമുക്ക് അങ്ങനെയൊന്നും ഭയങ്കരമായിട്ട് എന്ത് എറർ ഓഫ് ജഡ്ജ്മെൻറ്റിലും ശിക്ഷിച്ച് കളയാന്ന് പറഞ്ഞാൽ ആരെയും അവർ ഇതാക്കാൻ നിൽക്കില്ല. ഇപ്പം തന്നെ ടെസ്റ്റൊക്കെ ഇഷ്ടം പോലെ അധികമാവുന്നുണ്ട്. നമുക്ക് പനിയായി ചെന്ന് കഴിഞ്ഞാലും പാരസെറ്റാമോൾ തരുന്നതിന് മുമ്പ് ജോണ്ടിസ് ആവുന്നത് നോക്കിയിട്ട് പാരസെറ്റാമോൾ അധികവും. അതുകൊണ്ട് എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് പാരസെറ്റാമോൾ തരുമെന്ന് വരെ ഡോക്ടർമാർ ശടിക്കുന്നുണ്ട്. ഇതിന് വേറൊരു വശവും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഡോക്ടറെ കനോട്ട് ബി ഇക്വേറ്റഡ് വിത്ത് അതർ പ്രൊഫഷണൽ നെഗ്ലിജൻസ് എന്താണെന്നും കൂടി ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. മെക്കാളെ അന്ന് ഡ്രാഫ്റ്റിംഗ് IPCൻ്റെ സമയത്ത് പോലും എക്സെപ്ഷൻസ് വെച്ചിട്ടുണ്ട് ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ക്രിമിനൽ ലയബിലിറ്റി അങ്ങനെ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് 304A ഒരു ഡ്രൈവർ റെക്ലെസ് ഡ്രൈവിംഗ് നടത്തിയിട്ട് ഒരാളെ കൊല്ലുന്ന 304A ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നിങ്ങളൊരു കല്ലെടുത്ത് പുറത്തേക്ക് എറിയുന്നു, അത് നമ്മൾ അറിയണം കല്ലാരെങ്കിലും തലയിൽ വീഴുമെന്ന്. അവിടെയാണ് നിങ്ങൾ ഡ്യൂട്ടി ടു ടേക്ക് കെയർ ഉണ്ട്. അത് നിങ്ങൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ യു ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട് ദ കോൺസിക്വൻസ് ദാറ്റ് ഹാപ്പൻസ്. അവിടെയാണ് നെഗ്ലിജൻസ് വരുന്നത്. അയാളെ തലയിൽ മരിച്ചാൽ നിങ്ങൾ 304A വരും. അതേസമയത്ത് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു മെൻസ്രിയേ ഇല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഏതെങ്കിലും ഡോക്ടർ കിഡ്നി അടക്കം ഒരു കിഡ്നിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് മറ്റേ കിഡ്നി പോക്കറ്റ് അടിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നമുക്ക് മെൻസ്രിയ ഇല്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. പിന്നെ എപ്പോഴോ ആണ് ഒരു കിഡ്നി ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ വാട്സപ്പ് കണ്ടു. അയാൾ ഇപ്പം നോക്കുമ്പോൾ ഒരു കിഡ്നി ഇല്ല പോലും. അപ്പോൾ കഴിഞ്ഞാൽ അയാൾക്കൊരു കിഡ്നീൻ്റെ ഓപ്പറേഷൻ നടത്തിയ ആളാണ്. അപ്പോൾ കൺജീനിയലായിട്ട് ഒരു കിഡ്നി മാത്രമായിട്ട് ജനിക്കുന്നവരുണ്ട്, ഡോക്ടേഴ്സിന് അറിയാം. അതാണോ കുഴപ്പമൊന്നും അറിയില്ല. എനിവേ അയാൾക്കൊരു കിഡ്നി ഇല്ലാത്തപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴും നമ്മുടെ അടുത്ത് എല്ലാത്തിലും CCTVയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം നമുക്ക് ട്രാൻസ്പാരൻ്റ് ആക്കാം. ഒരു ഡോക്ടർ റൂമിൽ എന്ത് നടക്കുന്നു, അയാൾ എന്തൊക്കെയാണ്, വാട്ട് ഈസ് ട്രാൻസ്പേർഡ്. കാരണം ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഒന്നും കോടതി തെളിയിക്കാൻ പറ്റില്ല. ഒരു വക്കീലിനെതിരെയുള്ള കേസൊക്കെ വന്നാൽ ഞങ്ങൾക്കറിയാം. ഒരു രീതിയിൽ അയാൾ എത്ര ഫീസ് വാങ്ങിയെന്നോ എന്ത് ഉപദേശമാണ് കൊടുത്തതെന്നോ ഒന്നുമില്ല. റെസിപ്സാ ലിക്വിറ്റർ എടുക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതോടുകൂടി നൗ ദ പൊസിഷൻ ഈസ് വെരി ക്ലിയർ. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു നാബ് ഓർ കൺവിക്റ്റ് എ ഡോക്ടർ ഫോർ മെഡിക്കൽ നെഗ്ലിജൻസ്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ജഡ്ജ്മെൻറ്റിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നൗ വി ആർ ഗോയിങ് ഓൺ ടു ദാറ്റ് ജഡ്ജ്മെൻറ്റ്. ആ ജഡ്ജ്മെൻറ്റിനെ നമുക്ക് അവലോകനം ചെയ്താൽ നിങ്ങൾ ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഈ പ്രസൻറ്റ് പൊസിഷൻ എന്താണ്. ഇത് മാറാം. 3 bench ഡിസിഷനാണ്. നൗ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ. ഇതാണ് ലോ ഓഫ് ദ ലാൻഡ്. വേറെ എവിടെയും നിങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് 2005 3 KLT 965 അത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. 2005 3 KLT 965 സാധാരണ ഇനി ജേക്കബ് മാത്യു കേസ് എന്നാണ് പറയാം.
ജേക്കബ് മാത്യു കേസാണ്. അതിൽ എന്താണ് ബോലാം ടെസ്റ്റ്, എന്താണ് അപ്ലിക്കബിൾ ആകുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഗുപ്ത കേസിൻ്റെ കാര്യങ്ങളിൽ ഈ ഗുപ്ത കേസ് വന്നപ്പോൾ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ്. ഗുപ്ത കേസ് വന്നപ്പോൾ പിന്നെ സുപ്രീം കോടതി അതിലുണ്ടായിരുന്ന സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ നാസൽ ഓപ്പറേഷൻ, നോട്ട് കോംപ്ലിക്കേറ്റഡ്, ഈ കണ്ടക്ടഡ് ദാറ്റ് ഓപ്പറേഷൻ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് മരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ. സുരേഷ് ഗുപ്തൻ്റെ കേസിൽ പേഷ്യൻ്റ് മരിച്ചപ്പോൾ മെഡിക്കൽ ഒപ്പീനിയൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസലിലേക്ക് പോകുന്ന ഒരു പൈപ്പ്, അത് സഫീഷ്യൻ്റായ പൈപ്പല്ല ഇട്ടത്, അതുകൊണ്ട് ബ്ലഡും ഇതുമായിട്ട് കൂടിച്ചേർന്ന് മെഡിക്കൽ നെഗ്ലിജൻസ് കേസായിരുന്നു. അതിൽ 304A മജിസ്ട്രേറ്റ് ചാർജൊക്കെ ഫ്രെയിം ചെയ്യുമ്പോൾ ഹൈക്കോടതി പോയി, ഹൈക്കോടതി അത് കൺഫേം ചെയ്തു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു അത് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല. പിന്നെ എന്താണെന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് സത്യത്തിൽ ഒരു എല്ലാ ഡോക്ടർക്കും ഡ്യൂട്ടി ടു ടേക്ക് കെയർ ഉള്ളതാണ്. ആ ഓർഡിനറി സർക്കംസ്റ്റൻസസ് ഒരു കോമ്പീറ്റായ ക്വാളിഫൈഡായ സ്കില്ല് എന്ന് പറയുന്ന ഹയർ ഡിഗ്രി ഒന്നും വേണ്ട. ബോലാം ടെസ്റ്റിൽ അത് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വേറൊരു ആൾട്ടർനേറ്റീവ് നിലവിലുണ്ട്. അപ്പോൾ അമേരിക്കയിൽ വേറൊരു ഓപ്പറേഷൻ ലെവലുണ്ട്, ആ വേറെ രീതിയിൽ ചെയ്യാം. അത് ഈ ഡോക്ടർക്ക് അറിയണമെന്നില്ല. ഈ ഓർഡിനറി ഇവിടെ എന്താ നടക്കുന്നത്, ഇന്ത്യയിൽ എന്താ നടക്കുന്നത്, നിങ്ങൾക്ക് വേറൊരു പുതിയ മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്, അത് എഴുതേണ്ടതായിരുന്നു എന്നത് കേസല്ല. അത് ഈ ഡോക്ടർ പഠിച്ച് മനസ്സിലാക്കുകയൊന്നും വേണ്ട. ഏതുപോലെ ഒരു വക്കീലിന് ഈസ്മെൻറ്റിൽ പുതിയ സുപ്രീം കോടതി ഡിസിഷൻ അറിയാം. ഇപ്പം ഡിഫൻസിനാണെങ്കിൽ ഈസ്മെൻറ്റ് നെസസിറ്റിയോ പ്രിസ്ക്രിപ്ഷനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിൻ്റെ വിധി പ്രകാരം ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ട്രയലിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒന്ന് ഉന്നയിച്ചാൽ മതി, പ്ലെയിൻറ്റിൽ വേണ്ടാന്ന്. ആ ഡിസിഷൻ വക്കീൽ അറിയണമെന്നില്ല. കാരണം വക്കീലിനെ അത്ര ഒരു എക്സ്പെർട്ടൈസ് വിചാരിക്കുന്നത്. പക്ഷേ ഓർഡിനറി ആയിട്ട് ഫീസ് വാങ്ങിയതിനുള്ള വിവരം വേണം. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ നെഗ്ലിജൻ്റ് ആവും. സാധാരണ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ഇതാണ് നെഗ്ലിജൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡോക്ടർമാർക്ക് കുറച്ചുകൂടി ഹൈ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് അവരുടെ നാച്ചർ ഓഫ് ജോബിൻ്റെ ഭാഗമായിട്ടാണ്, അവരുടെ മനുഷ്യ സേവന പ്രവർത്തനം. അല്ലാതെ നമ്മൾ അവരെ എപ്പോഴും ലേബിളാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരാശിക്ക് എതിരെയുള്ള ഒരു ഡിസർവീസായി അത് മാറും എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതുകൊണ്ട് അവരെ കുറച്ചും കൂടി പാരാമീറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി വൈ ദ IPC ഹാസ് ഗിവൺ സം ജനറൽ എക്സെപ്ഷൻ ടു ദ ഡോക്ടേഴ്സ്. അതിലേക്കാണ് നമ്മളിത് വരുന്നത്. അപ്പോൾ ജേക്കബ് മാത്യൂസിൻ്റെ ഡിസിഷൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അതിലെല്ലാം ഉണ്ട്. അതിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നെഗ്ലിജൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മെഡിക്കൽ പ്രൊഫഷൻ. So long as a doctor follows a practice acceptable to the medical profession of that day, he cannot be held liable for negligence merely because a better alternative course or method of treatment was also available, or simply because or a more skilled doctor would not have chosen to follow or resort to that practice or procedure which the accused followed. അതാണ് അതിലെ കൃത്യമായ സംഗതി. അപ്പം ഇതിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മൾ ഡോക്ടർമാരുടെ നെഗ്ലിജൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സിംപ്ലി എന്താണ് നെഗ്ലിജൻസ് എന്നുള്ള നമ്മുടെ ജനറൽ ടേമിൽ നമ്മുടെ കാര്യങ്ങളൊന്ന് നോക്കണം. നമുക്ക് 3-4 ചോദ്യങ്ങളാണ് ഉത്തരം പറയാനുള്ളത്. ഒന്ന്, ഈസ് ദെയർ എ ഡിഫറൻസ് ഇൻ സിവിൽ ആൻഡ് ക്രിമിനൽ ലോ ഓൺ ദ കൺസെപ്റ്റ് ഓഫ് നെഗ്ലിജൻസ്, ആൻഡ് വെദർ എ ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ഈസ് അപ്ലിക്കബിൾ ഫോർ റെക്കോർഡിംഗ് എ ഫൈൻഡിങ് of negligence when a professional, in particular a doctor, is to be held guilty of negligence. ഇതാണ് നമ്മുടെ മുന്നിൽ നിന്നുള്ള ചോദ്യം. ബാക്കിയുള്ളതിലൊക്കെ നെഗ്ലിജൻസ് നമുക്ക് വേറെ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. അതിൽ നെഗ്ലിജൻസ് ഇൻ ടോർട്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ നെഗ്ലിജൻസ്. അത് നമുക്ക് ടോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളൊക്കെ പഠിക്കുന്ന ബുക്കുണ്ടല്ലോ, രത്നലാൽ ദിൽജാൽ പറഞ്ഞ ആ ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് സുപ്രീം കോടതി ആക്സെപ്റ്റ് ചെയ്ത ഡെഫിനിഷനാണ്. എന്താ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്? അത് നമ്മുടെ ഡ്യൂട്ടീൻ്റെ നെഗ്ലിജൻസ് ഈസ് ദ ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി കോസ്ഡ് ബൈ ദ ഒമിഷൻ ടു ഡു സംതിങ് which a reasonable man, guided by those considerations which ordinarily regulate the conduct of human affairs, would do. ഒന്നത്, or doing something which a prudent and reasonable man would not do. രണ്ടും ഉണ്ട്. ഒമിറ്റ് ടു ഡു ഉണ്ട്. നിങ്ങൾക്കറിയാം ആക്ട് IPC പറയുന്നുണ്ട് ചെയ്യുന്നതും ക്രൈമാണ്, വിട്ടു നിൽക്കുന്നതും ക്രൈമായ ചില സംഭവങ്ങളുണ്ട്. ആക്റ്റും ഉണ്ട്, ഒമിറ്റ് ടു ഡു ഉണ്ട്. അതാണ് ഒഫൻസ് എന്ന് പറയുന്നിടത്തിൽ ആക്ട് എന്ന് പറയുന്നിടത്തിൽ IPC പറയുന്നത്. അത് തന്നെയാണ് ഇതിലും. നിങ്ങൾ ദോസ് സർക്കംസ്റ്റൻസസിൽ ഓർഡിനറി സ്കിൽഡായ ഒരു പ്രൊഫഷണൽ എന്ത് ഡ്യൂട്ടിയാണോ അയാളിൽ ഉണ്ടായിരുന്നത് അത് നിർവഹിക്കാതിരിക്കുകയും അതുവഴി ഡാമേജ് വരികയും, അതല്ല എന്തായിരുന്നോ നിർവഹിക്കാനുണ്ടാത്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് ചെയ്യുക. ആ സർക്കംസ്റ്റൻസിൽ ഒരാളും ചെയ്യാത്തതാണ്, അത് ചെയ്യുക. രണ്ടും വരും. ഒന്ന് ചെയ്യാതിരിക്കുക, ഒന്ന് ചെയ്യുക. വുഡ് ഡു ഓർ വുഡ് നോട്ട് ഡു. ഇതാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്നത് സിംപ്ലി. അപ്പം നെഗ്ലിജൻസ് ഈസ് ദ ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി കോസ്ഡ് ബൈ ദ ഒമിഷൻ ടു ഡു സംതിങ്. ഇത് നമുക്ക് ആവശ്യമുണ്ട് കുറച്ചങ്ങോട്ട് മനസ്സിലാവുമെങ്കിൽ. വിച്ച് എ റീസണബിൾ മെൻ ഗൈഡഡ് ബൈ ദോസ് കൺസിഡറേഷൻസ് വിച്ച് ഓർഡിനറി റെഗുലേറ്റ് ദ കണ്ടക്ട് ഓഫ് എ ഹ്യൂമൻ അഫയേഴ്സ് വുഡ് ഡു, or doing something which a prudent and reasonable man would not do. ഇതാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. ഈ നെഗ്ലിജൻസ് വന്നോന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നൊരു ലീഗൽ ഡ്യൂട്ടി ഉണ്ടാവണം നെഗ്ലിജൻസ് വരുമെങ്കിൽ. സാധാരണ എന്തിനൊന്നും നെഗ്ലിജൻസ് വരില്ല. ലീഗൽ ഡ്യൂട്ടി. ഇവിടെ ഡോക്ടർക്ക് എംപ്ലോയിഡ് ആയിട്ടൊരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട്. എന്താ? എനിക്ക് ഈ സ്കില്ലുണ്ട്, MBBS, DGO,
MFRA ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് എന്താ? അതിന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു തരുമോ? ഒന്നും വേണ്ട. ദർ ഈസ് ആൻ ഇംപ്ലോയിഡ് കോൺട്രാക്ട്. അത് വക്കീലിനോടും ഉണ്ട്. വക്കീലിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വിവരമില്ലാത്ത വക്കീലാണ്, ഞാനിതൊരു എസ്മെൻറ്റ് ആക്ട് വായിച്ചിട്ടില്ല എന്നുള്ളതല്ല. ദർ ഈസ് ആൻ ഇംപ്ലോയിഡ് കോൺട്രാക്ട്. വായിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, ഡോക്ടർക്ക് അത് അറിയോ ഇല്ലേ എന്നുള്ളതല്ല. ഇല്ലേ തുറന്ന് പറയണം, ഞാൻ ഇതിൻ്റെ ആളല്ല കേട്ടോ. നിങ്ങൾ യു കൺസൾട്ട് എ യൂറോളജിസ്റ്റ്, യു കൺസൾട്ട് എ ഗൈനക്കോളജിസ്റ്റ്, യു കൺസൾട്ട് അതർ ഡോക്ടർ, ഐ ആം ഇൻ ദിസ്. അത് പറയില്ല, ഒരു ഡോക്ടറും പറയില്ല, ഒരു വക്കീലും പറയില്ല. ഞാൻ തന്നെ വക്കീലായ സമയത്ത് പല കോംപ്ലിക്കേറ്റഡ് കേസ് വന്നാൽ പിറ്റേ ദിവസത്തേക്ക് വെക്കും. ഇതെന്ന് പോയാൽ ഫീസ് പോവില്ലേ? വി ആർ ഓൺലി കൺസേൺഡ് വിത്ത് ദാറ്റ്. അത് മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ നാച്ചർ ഉണ്ട്, ക്യാരക്ടർ ഈസ് ഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊക്കെ എപ്പോഴും അങ്ങനെയൊന്നും ഒരു സ്ഥാനം നോക്കണം. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എല്ലാത്തിനും അവർ മരുന്ന് എഴുതും. കേൾക്കാത്ത രോഗത്തിനും സിംറ്റംസ് എന്തായാലും ഇതുവരെ കേൾക്കാത്തതിനും കോളേജിൽ പഠിപ്പിക്കാത്തതിനും വായിക്കാത്ത ഞാൻ അറിയാത്ത എന്തിനും ഡോക്ടർ. അതുകൊണ്ടാണ് നേരത്തെ ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ ഒരു കഥയൊക്കെ എന്നല്ലേ ഡോക്ടർ പറഞ്ഞില്ലേ, അതൊക്കെ അങ്ങനെയുള്ള കഥകളിൽ നിന്ന് വരുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഡ്യൂട്ടി ഉണ്ട്, എ ലീഗൽ ഡ്യൂട്ടി ടു എക്സൈസ് ഡ്യൂ കെയർ ഓൺ ദ പാർട്ട് ഓഫ് എ കംപ്ലയിൻറ്റ് ടുവേർഡ്സ് ദ പാർട്ടി കംപ്ലൈനിങ് ദ ഫോർമർ കോൺട്രാക്ട്, ബ്രീച്ച് ഓഫ് ദാറ്റ് ഡ്യൂട്ടി. അപ്പോൾ അയാളിൽ ഇംപ്ലോയിഡായ ഡ്യൂട്ടി ഉണ്ട്, ആ ഡ്യൂട്ടീൻ്റെ ബ്രീച്ച് ഉണ്ടെന്ന് തെളിയിക്കണം. ആ ബ്രീച്ചിൻ്റെ ഡ്യൂട്ടിയിൽ കോൺസിക്വൻഷ്യൽ ഡാമേജ് ഉണ്ടായി എന്ന് തെളിയിക്കണം. ഈ 3 കാര്യങ്ങൾ തെളിയിച്ചാൽ നെഗ്ലിജൻസ് ആയി. മനസ്സിലായല്ലോ? ഈ 3 കാര്യങ്ങൾ തെളിയിച്ചാൽ നമുക്ക് ലോയിൽ ജനറലി നെഗ്ലിജൻസ് ആയി. ഇതാണ് വാട്ട് ഈസ് നെഗ്ലിജൻസ്. ഈ 3 കാര്യങ്ങൾ തെളിയിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. ഇതെപ്പോൾ ക്രിമിനലാവും? ഇത് സിവിലിൻ്റെയാണ് ഇപ്പോൾ പറയുന്നത്. ജനറലി സിവിൽ ലോയിലെ ടോർട്ടിൻ്റെ ഡാമേജസ് കിട്ടണം. അതിൽ ഒരു നെഗ്ലിജൻസ് ആസ്പെക്റ്റ് മാത്രം മതി, ഡാമേജ് ഉണ്ടായി എന്നുള്ള ആസ്പെക്റ്റ് വേണം. ആ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ പ്രഗ്നൻ്റ് ആണെന്ന് പിന്നെ ഡയഗ്നോസിസ് ചെയ്ത കേസിൽ ഡോക്ടർക്ക് മിസ്റ്റേക്ക് പറ്റിയ കേസിൽ അവർ രണ്ടാമതായിട്ട് ഉയർത്തിയ വാദം ഈ തേർഡ് വൺ ആയിരുന്നു. ദർ വാസ് നോ ഡാമേജസ്. അവർ തെളിയിക്കണം. അത് പക്ഷേ അവർ തെളിയിച്ചത് 1000 ആളെയൊക്കെ വിളിച്ചിട്ട് ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന് ചടങ്ങ് നടത്തിയിരുന്നു, അവൾ വേറെ പല കാര്യങ്ങളിൽ ഒരുങ്ങിയിരുന്നു, വേറെ ചില സംഗതികൾ ചെയ്തിരുന്നു പറഞ്ഞാൽ അവർ സ്പെഷ്യൽ ഡാമേജസ് കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. അതേ നമുക്ക് അവാർഡ് ചെയ്യാൻ പറ്റൂ. ലീഗലി ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ലീഗൽ പ്രശ്നങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നെഗ്ലിജൻസ് ആവുന്നു, അങ്ങനെ വരുന്നില്ല. അത് ഡ്യൂട്ടിയുള്ള ആളായിരിക്കണം, ആ ഡ്യൂട്ടി അയാൾ ബ്രീച്ച് ചെയ്തിരിക്കണം, ആ ബ്രീച്ച് ചെയ്ത ഡ്യൂട്ടി കൊണ്ട് മറ്റേ ആൾക്ക് കോമ്പൻസേഷൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ലീഗലി നെഗ്ലിജൻസ്. ഇതാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ഒരു ഹയർ ഡിഗ്രി വരണം. നമുക്ക് എവിടെ വരണമെങ്കിൽ ഡോക്ടർമാരെ ക്രിമിനലി ലേബിൾ ആക്കണമെങ്കിൽ ഡാമേജസിന് ഈ സാധനം നമ്മൾ തെളിയിച്ചാൽ മതി. ഡാമേജ് ടോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ അതെന്താണെന്ന് പറഞ്ഞാൽ എവിഡൻസ് എന്ന് പറയുന്നത് പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി മാത്രം മതി സിവിൽ കേസിൽ. നിങ്ങൾ എവിഡൻസ് ആക്ട് പഠിക്കുന്നവർക്കറിയാം. അതായത് കാര്യങ്ങൾ കൺക്ലൂസീവായിട്ട് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് സിവിൽ കേസ് തെളിയിക്കേണ്ട. ഒരു റെപ്സിപ്സ ലിക്വിറ്ററിൻ്റെ കുറച്ച് ഭാഗം വരും, കാരണം ഡോക്ടർ ചെയ്തു ശ്രദ്ധിച്ചില്ല എന്നൊക്കെയുള്ള ഒരു സർക്കംസ്റ്റൻസസ് കോടതി കൊണ്ടുവരാൻ പറ്റിയാൽ ബാക്കി കോടതി ഊഹിക്കും ഇറ്റ് ഹാപ്പൻഡ് ഡ്യൂ ടു ദാറ്റ് നെഗ്ലിജൻസ്. അങ്ങനെ ഊഹിക്കുന്നതിനാണ് നമ്മൾ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി. ഇത് മാത്രമേ സംഭവിക്കൂ. ക്രിമിനൽ കേസിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ ശിക്ഷിക്കുമ്പോൾ പ്രോസിക്യൂഷൻ മസ്റ്റ് പ്രൂവ് ദാറ്റ് കേസ് ഈസ് പ്രൂവ്ഡ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. നമ്മുടെ ആംഗ്ലോ സാക്സൺ ജൂറിസ്പ്രുഡൻസ് നിങ്ങൾക്കറിയാം. ലെറ്റ് തൗസൻഡ്സ് ഓഫ് ഗിൽറ്റി മേ എസ്കേപ്പ് ബട്ട് നോ ഇന്നസെൻറ്റ് വിൽ ബി പണിഷ് എന്നുള്ള ആ തിയറി ഇപ്പം നമ്മൾ പോക്സോലൊക്കെ മാറ്റി റിവേഴ്സ് ബർഡൻ ആക്കി. നൗ ദ അക്യൂസ്ഡ് ഷാൾ പ്രൂവ് ഹി ഹാസ് നോട്ട് കമ്മിറ്റഡ്. അതൊക്കെ വന്നിട്ടുണ്ട്. റിവേഴ്സ് ബർഡൻ നമ്മുടെ നിയമത്തിലെ ഏറ്റവും വലിയൊരു കുഴപ്പം ഈ പ്രിസംഷൻ എന്ന് പറയുന്ന സാധനങ്ങളും ഈ ബേർഡനൊക്കെയാണ്. നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിൽ ഒരു പോലീസിന് 100% ഒരു 99.9% ഒരു ക്രിമിനൽ കേസ് തെളിയിച്ചാൽ 1% അവിടെ ഉണ്ടെങ്കിൽ ദാറ്റ് ബെനിഫിറ്റ് ആർക്ക് പോവും? ഗോ ടു ദ അക്യൂസ്ഡ്. ആ രാജ്യമാണ്. പിന്നെ ആരെങ്ങനെയാണ് ശിക്ഷിക്കാൻ പറ്റുക? അത്രയും പ്രൂഫ് വരണം. അതൊക്കെ തിരിച്ചു വരേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ റിവേഴ്സ് ബർഡൻ ഇപ്പോൾ പോക്സോലും NIA ആക്ടിലൊക്കെ റിവേഴ്സ് ബർഡൻ വന്നു. നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ തെളിയിക്കണം. ജനാധിപത്യപരമായിട്ട് അത്ര ശരിയാത് ഇതൊക്കെ വേറെ പ്രശ്നമുണ്ട്. പക്ഷേ നമ്മുടെ കോടതികളിൽ ഈ ബേർഡൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് ഒരു രീതിയിലും എല്ലാം വന്നാലും കോർത്തിണക്കാൻ ഒരു കണ്ണിയില്ലെങ്കിൽ പോകും. അപ്പോൾ ഡോക്ടർമാരുടെ കാര്യത്തിലൊക്കെ അത് വരുമ്പോൾ എങ്ങനെയാണ് ശിക്ഷിക്കുക എന്നുള്ളതൊക്കെ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 3 കാര്യങ്ങളും വരണം. ഇനി അതിൻ്റെ നെഗ്ലിജൻസ് ആസ് എ ടോട്ട് ആൻഡ് എ ക്രൈം, ആ കാര്യത്തിൽ നമുക്ക് സിമ്പിൾ ലാക്ക് ഓഫ് കെയർ സച്ച് ആസ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് സിവിൽ ലയബിലിറ്റി ഈസ് നോട്ട് ഇനഫ്. ഫോർ പർപ്പസ് ഓഫ് ദ ക്രിമിനൽ ലോ ദർ ആർ ഡിഗ്രീസ് ഓഫ് നെഗ്ലിജൻസ് ആൻഡ് എവറി ഹൈ ഡിഗ്രി ഓഫ് നെഗ്ലിജൻസ് ഈസ് റിക്വയർഡ് ടു ബി പ്രൂവ്ഡ് ബിഫോർ ദ ഫെലനി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇതാണ് ഇംഗ്ലണ്ടിലെയൊക്കെ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നത്. സിമ്പിൾ ലാക്ക് ഓഫ് കെയർ നമുക്ക് ഡോക്ടർമാരെ ശിക്ഷിക്കാൻ പര്യാപ്തമല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തെളിയിക്കണം ചെറിയൊരു ഗ്രോസ് നെഗ്ലിജൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതെവിടെയും പറഞ്ഞിട്ടില്ല. 304A ആണ് എപ്പോഴും നമ്മൾ ഡെത്ത് ഉണ്ടായാൽ, അല്ലെങ്കിൽ 336 പിന്നെ 337 ഒക്കെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. സിമ്പിൾ ഹേർട്ട്, ഗ്രീവിയസ് ഹേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നെഗ്ലിജൻറ്റ് ആക്ടിൻ്റെ നിങ്ങൾക്കറിയാം. 304A കോസിങ് ഡെത്ത് ബൈ എ നെഗ്ലിജൻറ്റ് ആക്ട്, വൺ ഹൂ കോസസ് ഡെത്ത് ടു അനദർ. അത് നെഗ്ലിജൻറ്റ് വരുമ്പോൾ
ബൈ എ നെഗ്ലിജൻ്റ് ആക്ട് നമ്മൾ 304A ആണ് ചാർജ് ചെയ്യുന്നത്. ഈ 304Aയിൽ എവിടെയും ഗ്രോസ് നെഗ്ലിജൻസ് എന്നോ റെക്ലെസ്നെസ് എന്നോ ഡ്യൂട്ടി ടു ടേക്ക് കെയർ ഒന്നും പറയുന്നില്ല. പിന്നെ അതൊക്കെ സുപ്രീം കോടതി ഈ ഡിസിഷനിലാണ് ഈ സ്റ്റാൻഡേർഡൊക്കെ സെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് മാത്രം വായിച്ചാൽ മതി. ഇനി ഇത് നോക്കൂ, ഈ SEC 1980 സെയ്ദ് അക്ബർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിൽ സുപ്രീം കോർട്ട് ഹാസ് ഡെൽറ്റ് വിത്ത് ആൻഡ് പോയിൻറ്റഡ് ഔട്ട് വിത്ത് റീസൺസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ നെഗ്ലിജൻസ് ഇൻ സിവിൽ ലോ ആൻഡ് ക്രിമിനൽ ലോ. The lordships have opined that there is a marked difference as to the effect of evidence. The proof in civil and criminal proceedings. In civil proceedings, a mere preponderance of probability is sufficient, and the defendant is not necessarily entitled to the benefit of reasonable doubt. പക്ഷേ പ്രോസിക്യൂഷന് ക്രിമിനൽ കേസിൽ അതുപോരാ. ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. വേർ നെഗ്ലിജൻസ് ഈസ് എൻ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് എൻ ഒഫൻസ്. അതായത് ഡോക്ടർമാർക്കെതിരെ നമ്മൾ മെഡിക്കൽ നെഗ്ലിജൻസ് എടുക്കുന്നതിലൊക്കെ നെഗ്ലിജൻസ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അങ്ങനെ വന്നാൽ നെഗ്ലിജൻസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ മസ്റ്റ് ബി കൾപ്പബിൾ. അത് വളരെ ഇൻറ്റൻഷനലായിട്ട് കൾപ്പബിളായിട്ട്. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് പറഞ്ഞാൽ മെൻസ്രിയ എന്ന് പറയുന്ന അതിലൊക്കെ എനിക്ക് ഡിഫറെൻ്റ് അഭിപ്രായമുണ്ട്. പക്ഷേ നമ്മൾ സുപ്രീം കോടതിൻ്റെ മുകളിൽ പറയുകയല്ല, മെൻസ്രിയ എന്ന് പറയുന്നതും ഒക്കെ ഒന്നും ഈ സ്റ്റാറ്റ്യൂട്ടറി ഒഫൻസിൽ ഇല്ല എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ട് ഒന്ന്. അതൊന്നും അവിടെ അപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമുക്കൊരു ബസ് ഓടിക്കുന്ന ആൾക്ക് ഒരിക്കലും മെൻസ്രിയ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമുക്ക് പിന്നെ ഡ്രൈവർമാരെയും ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം ബസ് ഓടിക്കുമ്പോൾ ആരെയും കൊല്ലാനുള്ള മെൻസറി ഉണ്ടോ? മെൻ്റൽ എലമെൻ്റ് എന്നാണ് പറയുക. രണ്ട് ഭാഗമാണ് ഒരു ക്രൈമിനുള്ളത്. ഒന്ന് ആക്ടറസ് ഫിസിക്കൽ ആക്ട്, ഞാൻ അടിക്കാൻ വടിയെടുത്ത് അടിക്കുന്ന ഭാഗം വരെ ഫിസിക്കൽ ആക്റ്റാണ്. അയാൾക്ക് പരിക്ക് പറ്റണമെന്നും അയാളോട് എനിക്കുള്ള മോട്ടീവ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആവുന്ന മെൻസറിയ ആ ഒരു മെൻ്റൽ എലമെൻ്റ് ആണ്. ഡൂയിങ് ഹാം ടു ദാറ്റ് പേഴ്സൺ, ഹേർട്ടിങ് ദാറ്റ് പേഴ്സൺ. ഈ രണ്ട് എലമെൻറ്റും ചേരുമ്പോഴാണ് ദർ ഇസ് നോ ഒഫൻസ് വിത്തൗട്ട് മെൻസറിയ, ദർ ഇസ് നോ ഒഫൻസ് വിത്തൗട്ട് ആക്ടറസ്. ഈ രണ്ടെണ്ണം വരുമ്പോഴാണ് ക്രൈം വരുന്നത്. ഞാൻ അതിലേക്കൊന്നും പോയാൽ നമ്മളിപ്പോൾ എവിടെ എത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് മെൻസറിയ എന്ന് പറയുന്ന എലമെൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഒഫൻസിലില്ല. കാരണം നമ്മളൊരു പോക്സോ ആക്റ്റിൽ ഞാൻ അവർക്ക് ആ ഉദ്ദേശിച്ചില്ല ഇത് ഉദ്ദേശിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആസ് ഫാർ as statutory offences are concerned. അപ്പോൾ 304A ഒരു മെൻസറി ആബ്സെൻ്റ് ആയ ഒഫൻസ് തന്നെയാണ്. പക്ഷേ സുപ്രീം കോടതി ഡോക്ടർമാരുടെ കാര്യത്തിൽ വന്നപ്പോൾ വളരെ പറഞ്ഞു, അതിന് കൾപ്പബിൾ ഗ്രോസ് ആൻഡ് നോട്ട് നെഗ്ലിജൻസ് മിയർലി ബേസ്ഡ് ഓൺ എൻ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഒരു ചെറിയൊരു അഭിപ്രായം മാറിപ്പോയി. അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കാലൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ റിമൂവ് ചെയ്യും. വേറെ ഡോക്ടറെ അടുത്ത് അഡ്വൈസിനോ അയാൾ പറയും, അയ്യോ കാലൊന്നും വെട്ടേണ്ട കാര്യം ഇതിലില്ല, ഇതിന് വേറെ ചികിത്സാ രീതി ഉണ്ട് എന്ന് പറയുന്നത് കാല് വെട്ടുന്ന ചികിത്സാ രീതിൻ്റെ കറക്റ്റ് സംഭവം ഈ ഗിവൺ സർക്കംസ്റ്റൻസസിൽ ഉണ്ടെങ്കിൽ എറർ ഓഫ് ജഡ്ജ്മെൻ്റ് അല്ല. അതേ സമയത്ത് ഇതിലൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, കാല് വെട്ടാൻ പാടില്ല. എന്നിട്ടാണ് കാല് നമ്മൾ ആംപ്യൂട്ടേഷൻ പറഞ്ഞതെങ്കിൽ ദാറ്റ് ഈസ് എൻ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് മാത്രമല്ല, ദാറ്റ് ഈസ് നെഗ്ലിജൻറ്റ്. ഇതാണ് ഈ ലൈന് വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറച്ച് വലിയ വലിയ കാര്യങ്ങളാണ്, ഭയങ്കര പ്രയാസവുമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം നെഗ്ലിജൻറ്റ് സിവിൽ ലോയിൽ നമുക്ക് ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡ്യൂട്ടി ചെയ്തില്ല, നിങ്ങൾക്കൊരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഉണ്ടെന്ന് തോന്നി, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം പറ്റിയാൽ നമുക്ക് സിവിൽ ലോയിൽ ടോർട്ടിൽ നമുക്ക് സൂട്ട് ഫയൽ ചെയ്യാം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പോവാം. നമുക്ക് മറ്റേ ഹോസ്പിറ്റലാണെങ്കിൽ പണം കൊടുത്താണെങ്കിൽ നമ്മളിപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ വരും എന്ന് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ക്രിമിനൽ ഡോക്ടറെ ചെയ്യണമെങ്കിൽ കൾപ്പബിളാണ്. സം എലമെൻറ്റ് ഓഫ് മെൻസറിയ. അയാൾ എങ്ങനെയാണ് മെൻസറിയ നമ്മളപ്പോൾ വരിക? ഒരു ഡോക്ടർക്കും നമ്മളെ കൊല്ലണമെന്നുണ്ടാവില്ലല്ലോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ മെൻ്റൽ എലമെൻറ്റ് എങ്ങനെയാണ് വരിക? മെൻ്റൽ എലമെൻറ്റ് നമുക്ക് പ്രിസ്യൂം ചെയ്യാം. എങ്ങനെ പ്രിസ്യൂം ചെയ്യാം? ആ നെഗ്ലിജൻറ്റ് മെൻ്റൽ എലമെൻറ്റിൻ്റെ ഭാഗം, അതർവൈസ് ഹി വുഡ് നോട്ട് ഹാവ് ബീൻ സോ നെഗ്ലിജൻറ്റ് ഓൺ ദാറ്റ് ആക്ട്. അങ്ങനെയാണ് നമ്മൾ മെൻ്റൽ എലമെൻറ്റ് എടുക്കുന്നത്. അന്നേരം അത് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണെന്ന് ഇതിന് മനസ്സിലാവും. അങ്ങനെയാണ് മെൻ്റൽ എലമെൻറ്റ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ മെൻ്റൽ എലമെൻറ്റ് ഫുള്ളായിട്ടൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഒരാളെ ഇടിച്ച് നമുക്കറിയില്ല അയാളെ കാറിൻ്റെ ബ്രേക്ക് പോയതോ അല്ലെങ്കിൽ നമ്മളെ എറർ ഓഫ് ഒരു ജഡ്ജ്മെൻറ്റ് ആ കാറിൻ്റെ ഉള്ളിലൂടെ പെട്ടെന്ന് കയറി പോകാമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ എടുത്തത്. നമ്മളൊരു കാൽക്കുലേഷൻ, എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ വി ആർ നോട്ട് എക്സ്പേർട്സ് ഓൺ ജഡ്ജിങ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഡോക്ടർ എടുത്തിരിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റ് അതിൻ്റെ മുകളിൽ ഇരുന്ന് നമ്മൾ ജഡ്ജ് ചെയ്യണമെങ്കിൽ ആ ജഡ്ജ്മെൻറ്റ് തെറ്റാണെന്ന് താഴെ കോടതി, നമ്മളൊരു അപ്പീൽ കോടതിയിലാണ് ഇരിക്കുന്നത് ഈ കേസുകളൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഓൾറെഡി ഡോക്ടർ ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്, അയാൾക്കാണ് മെഡിക്കൽ ഫീൽഡ് അറിയാം. അതിൽ 2-3 തീരുമാനങ്ങളിലേക്ക് അയാൾ ഒന്നെടുത്തു എന്നുള്ളതൊന്നും അയാളെ കുറ്റക്കാരനാക്കാൻ പറ്റില്ല. പിന്നെ നാച്ചുറലി ഇന്നാൾ ഇവിടെ പറഞ്ഞു മരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ നാച്ചുറൽ ഡെത്തും ഉണ്ട്, അല്ലാണ്ട് ഡോക്ടറെ കഴിവുകൊണ്ട് മാത്രമല്ല ഡെത്ത് ഉണ്ടാകുന്നതെന്നുള്ള പ്രിൻസിപ്പിളൊക്കെ എന്നല്ലേ പറഞ്ഞു. ഇതൊക്കെ ഇതിൽ കൂട്ടി വായിക്കേണ്ടതാണ്, ഇതൊക്കെ ഒന്നിച്ചു കിടക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ നെഗ്ലിജൻസിൻ്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. ഇനി ഇൻ ദ ലോ ഓഫ് നെഗ്ലിജൻസ് പ്രൊഫഷണൽ സച്ച് ആസ് ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ആർക്കിടെക്റ്റ് അവരൊക്കെ വേറൊരു പെഡസ്റ്റലിലാണ് കിടക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകളുടെ നെഗ്ലിജൻറ്റ് പോലെയല്ല സ്കിൽഡായ ആളുകളുടെ നെഗ്ലിജൻറ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വക്കീലിൻ്റെ അടുത്ത് ഫീസ് കൊടുക്കുന്നത് അയാളുടെ ആ സ്കില്ലും അയാളുടെ ആ
പ്രൊഫഷണൽ ഇതും നമ്മൾ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർക്ക് നമ്മളൊരു ആൾ പോകുന്നത് അവർക്കുണ്ട് എന്ന് നമ്മളോട് ഇംപ്ലോയിഡ് കോൺട്രാക്റ്റിലായി പറയുന്നത്. ആ മൊമെൻറ്റ് ഡോക്ടർ നമ്മളെ സ്വീകരിച്ചിരുത്തുന്ന മൊമെൻറ്റ് ദർ ഈസ് എൻ ഇംപ്ലോയിഡ് കോൺട്രാക്ട്, എ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. പിന്നെ അയാൾ പറയുന്നത് നമ്മളോട് വേറെ ഡോക്ടറെ കാണണ്ട, നമ്മൾ കാണില്ല, ഇത് മാത്രം കുടിച്ചാൽ മതി, അത് മാത്രമേ കുടിക്കൂ. ചിലപ്പോൾ ഡോക്ടർക്കറിയാം ഇത് കുടിച്ചാൽ അവൻ്റെ രോഗം മാറില്ല, എന്നാലും അയാൾക്കറിയാവുന്ന മരുന്ന് ഇത് മാത്രമാണ്. രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ പോയിട്ട് വീണ്ടും പറഞ്ഞാൽ അയാൾ കൂടിയെന്ന് പറഞ്ഞാൽ വേറെ എന്നാ അത് വേണ്ടെന്നാ ഇത് നോക്കൂ. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പം ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ആ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലുണ്ട് കംപ്ലീറ്റ് ആ ഏത് പൊസിഷനിലാണ് ആ ആൾ വക്കീലും ഡോക്ടറൊക്കെ നിൽക്കുന്നത്, ദേ ആർ ഇൻ ദ ഡൊമിനൻ്റ് സ്റ്റേജ്. അപ്പം ലയബിലിറ്റി ഭയങ്കരമായിട്ട് അവരെയാണ് കൂട്ടേണ്ടത്. നമുക്കൊരു ഇതുമില്ല, നമ്മൾ സ്ലേവ്സ് ആണ് അവിടെ, നമ്മൾ സബ്മിസീവ് ആണ് അവിടെ, നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണ് അവിടെ. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത ട്രസ്റ്റിൽ അയാൾ ചെയ്യുന്നതിന് എല്ലാത്തിനും എൻ്റെ ഇംപ്ലോയിഡ് കൺസെൻറ്റ് എടുക്കുകയാണ്. ഞാൻ അയാൾ മരുന്ന് കൊടുത്തു, അയാളല്ലേ കുടിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൈ വി ആർ ടേക്കിംഗ് ദാറ്റ് മെഡിസിൻ, ആ എംപ്ലോയിഡ് കൺസെൻറ്റിൻ്റെ ലയബിലിറ്റി ഡോക്ടറെ അടുത്ത് മാത്രമേ വെക്കാൻ പറ്റൂ. അപ്പോൾ ഞാനതിന് കുറച്ച് ഡിഫർ ചെയ്യുന്നത് ആ ഭാഗത്താണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ കൂടുതൽ എൻ്റെ ഈ പൊസിഷൻ എന്നുകൊണ്ട് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഡോക്ടർമാർ പറയും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ല, വി നെവർ അഡ്വൈസ് ഫോർ എൻ ഓപ്പറേഷൻ, നെവർ അഡ്വൈസ്. ഒരു മരുന്ന് എഴുതില്ല, എല്ലാ ടെസ്റ്റും കഴിയട്ടെ, എല്ലാ സ്കാനിങ് ഉൾപ്പെടെ കഴിയട്ടെ, എന്നിട്ട് മതി മരുന്ന് എഴുതൽ. ദർ ഈസ് നോട്ട് ഏരിയ ഫോർ ഗസ് വർക്ക്. ഇഫ് ഗസ് വർക്ക് ഈസ് ക്രിമിനൽ, ഇഫ് ഗസ് വർക്ക് ഈസ് മെയ്ഡ് ലേബിൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെ നിങ്ങൾ നിയമത്തിൻ്റെ കത്തി കാണിച്ച് പേടിപ്പിക്കുകയാണെങ്കിൽ ഒരു സർജനും കത്തി എടുക്കാൻ തയ്യാറാവില്ല, ഒരു സർജനും മരുന്ന് എഴുതാൻ തയ്യാറാവില്ല. അവർ പേന താഴെ വയ്ക്കും, എന്നിട്ട് അവർ പറയും ആഫ്റ്റർ ഡിറ്റർമിനിങ് ഓൾ ദിസ് ബൈ സയൻറ്റിഫിക് മെത്തേഡ്. എന്നാലല്ലാണ്ട് എനിക്ക് നാളെ എന്നും കേസായിരിക്കും. ആ ഒരു പൊസിഷനിൽ ഡോക്ടർ എത്തിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ജേക്കബ് മാത്യു കേസിൽ പ്രത്യേകിച്ച് കൃത്യമായിട്ട് സെറ്റിൽഡാ. ഇനി നമുക്ക് ഇതിൻ്റെ കൺഫ്യൂഷൻ വേണ്ട കാര്യമില്ല, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരുകയും ചെയ്യാം. അതുകൊണ്ട് ആ ടാസ്ക് അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളതിൽ പറയുന്നു, എ സർജൻ കനോട്ട് ആൻഡ് ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് റിസൾട്ട് ഓഫ് എ സർജറി വുഡ് ഇൻവേരിയബിളി ബെനിഫിഷ്യൽ മച്ച് ലെസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 100% ഫോർ ദ പേഴ്സൺ ഓപ്പറേറ്റഡ് ഓൺ. The only assurance which such a professional can give or can be understood to have given by implication is that he is possessed of the requisite skill. അത് മാത്രമേ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. In that branch of profession which he is practicing, and while undertaking the performance of the task entrusted to him, he would be exercising skill and with reasonable competence. എനിക്കാകെ എന്താ ചെയ്യാൻ പറ്റുക? എനിക്കിതൊക്കെ അറിയാം, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ രാവിലെ ഡോക്ടറും ഗുരുവായൂരപ്പൻ്റെ അടുത്തും അവിടെ ഇവിടെയൊക്കെ പോയി. അല്ലെ ഡോക്ടറിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അവിടെയാണല്ലോ നമ്മുടെയൊക്കെ ദൈവവിശ്വാസവും എല്ലാം വരുന്നത്. എല്ലാ ആളും ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടറെ കിട്ടി, ലോകത്തെ ഏറ്റവും പണക്കാരനാണ് നിങ്ങൾ, എന്നാലും നിങ്ങൾ രാവിലെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? വേർ യു ലൂസിങ് യുവർ കോൺഫിഡൻസ്? ഇനി അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് മനുഷ്യന്. ചില മരുന്നുകൾ അതൊന്നും നമുക്ക് എപ്പോഴും ടെസ്റ്റ് ചെയ്യണ്ട. അലർജി ഉണ്ടാവുന്ന മരുന്നുകൾ കൊടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് നെഗ്ലിജൻസ് ആയിട്ട് പറയാം. പക്ഷേ ഡോക്ടർക്ക് പറയാം എല്ലാവർക്കും അലർജി ഉണ്ടാവില്ല. ഞങ്ങളെ കോടതിയിലെ ഫസ്റ്റ് ചോദ്യം തന്നെ അതാ, ഇതെല്ലാ സമയത്തും ചെയ്യാറുണ്ടോ? ഇല്ല. അലർജറ്റിക് ആയ പേഷ്യൻറ്റിനോട് ചോദിക്കും ആദ്യം അലർജി ഉണ്ടായിരുന്നോ ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അലർജീൻ്റെ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് നടത്തില്ല. ഇങ്ങനെയൊക്കെ ഡോക്ടർക്ക് പറ്റാവുന്ന മൊമെൻ്റസ് ആയിട്ട് ഒരു രോഗിയെ പെട്ടെന്ന് ആക്സിഡൻറ്റ് കൊണ്ടുവരുന്നു, പെട്ടെന്ന് നോക്കുമ്പോൾ കാലിലെ മുറിവ് മാത്രമേ ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉടനെ ആ ഓപ്പറേഷന് വേണ്ടി എടുക്കുമ്പോഴാണ് അതിലും വലിയൊരു മുറിവ് തലയിലുണ്ടായിരുന്നു, ഡോക്ടർ അത് നോക്കേണ്ടതായിരുന്നു എന്നുണ്ടെങ്കിലും ആ സമയത്ത് കൾപ്പബിൾ നെഗ്ലിജൻസ് ഉണ്ടോ എന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതല്ലേ എന്നൊക്കെയാണ് സുപ്രീം കോടതി ഇതിൽ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിലേക്ക് നമുക്കില്ല. ഇനി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇനി എന്ത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുക. ഒരു ടെസ്റ്റ് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അതിനാണ് ബോലാംസ് ടെസ്റ്റ് എന്ന് പറയാം. എന്താ ടെസ്റ്റ്? ബോലാം ടെസ്റ്റ്. അതൊരു കേസിൻ്റെ പേരാ, ബോലാം വേഴ്സസ് ഫ്രൈൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി. 1957 ഇംഗ്ലണ്ടിലുണ്ടായ ഒരു കേസാണ് ബോലാം വേഴ്സസ് ഫ്രൈൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി. ഈ കേസ് ഇന്ന് ഇന്ത്യയിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡോക്ടർമാരെ നെഗ്ലിജൻസിന് എന്താണ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ബോലാം ടെസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ബോലാം ടെസ്റ്റ്? ഇതാ ശ്രദ്ധിച്ചോളൂ. Where you get a situation which involves the use of some special skill or competence, then the test as to whether there has been negligence or not is not the test of the man on the top of the Calfum omnibus, because he has not got this special skill. The test is the standard of the ordinary skilled man exercising and professing to have that special skill. A man need not possess the highest expert skill. അതാണ് നോക്കുന്നത്. വേറൊരു ഹോസ്പിറ്റലിലെ വലിയ ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല എന്നുള്ളതല്ല പ്രശ്നം. ഇറ്റ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലോ ദാറ്റ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഇഫ് ഹി എക്സസൈസ് ദ ഓർഡിനറി സ്കിൽ ഓഫ് എ ഓർഡിനറി കോമ്പീറ്റൻറ്റ് മാൻ എക്സസൈസിങ് ദറ്റ് പാർട്ടിക്കുലർ ആർട്ട്. ഇനി യാതൊരു സംശയത്തിനും വേണ്ട, ഒരു ഡോക്ടറെ ക്രിമിനലായിട്ട് കേസ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ നിയമത്തിന് മുന്നിൽ അതിന് മെയിൻറ്റൈനബിലിറ്റി വേണമെങ്കിൽ ഒറ്റ ടെസ്റ്റാണ്. സാധാരണ ഒരു ഡോക്ടർ, വലിയ ഡോക്ടറല്ല, സാധാരണ ഒരു LLB പാസ്സായ സാധാരണ വക്കീൽ ആ രീതിയിൽ എന്ത് ഉപദേശം കൊടുക്കുകയായിരുന്നു? അയാൾ സ്പെസിഫിക് പെർഫോമൻസിന് വന്ന ഒരാളോട് നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ സൂട്ടാ ഫയൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹീ ഈസ് ക്രിമിനലി നെഗ്ലിജന്റ്. അതേസമയത്ത് ഓപ്പറേഷൻ വേണ്ട ഒരാളോട് നിങ്ങൾ വീട്ടിൽ പോയി മരുന്ന് മാത്രം കഴിച്ചാൽ മതി
ഓർഡിനറി പറയേണ്ട. അതേസമയത്ത് സ്പെഷ്യലൈസ്ഡ് സ്കില്ലുള്ള ഡോക്ടറായി നിങ്ങൾ മാറേണ്ടതില്ല. ലോകത്തുള്ള എല്ലാ ചികിത്സ രീതിയും അറിയാം, എല്ലാ ആൾട്ടർനേറ്റീവും അറിയാം. അതല്ല ബോലാം ടെസ്റ്റ്. അയാൾക്ക് നെഗ്ലിജൻസ് ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ, കൾപ്പബിലിറ്റി ഉണ്ട് കാണിക്കണമെങ്കിൽ, മെൻസ്രിയ ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ ബോലാം ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. എന്താ ബോലാം ടെസ്റ്റ് എന്ന് മനസ്സിലായോ? നോട്ട് എക്സ്പെക്ട് ദ ഹയർ ക്വാളിറ്റി ബട്ട് ഓർഡിനറി കോമ്പീറ്റൻറ്റ് പേഴ്സൺ. ഈ ഫീൽഡിലുള്ള ഓർഡിനറി കോമ്പീറ്റൻറ്റ് പേഴ്സൺ എന്ത് ചെയ്യും ദോ സർക്കംസ്റ്റൻസസ് എന്നുള്ളതാണ് നമ്മുടെ ബോലാം ടെസ്റ്റ്. ഈ ബോലാം ടെസ്റ്റ് അതേപടി നമ്മുടെ ജൂറിസ്പ്രുഡൻസ് ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള ജഡ്ജ് മെയ്ഡ്, നമ്മൾ പ്രസിഡൻ്റ് എന്നാണ് പറയുക, ജഡ്ജ് മെയ്ഡ് ലോയിൽ അത് വന്നിട്ടുണ്ട്. ആ സിറ്റുവേഷനിലാണ് ദ വാട്ടർ ഓഫ് ബോലാം ടെസ്റ്റ് ഹാവ് എവർ ബീൻ. അത് സുപ്രീം കോടതി ഒരുപാട് പറയുന്നുണ്ട് അത് എന്തൊക്കെ വന്നു എന്നൊക്കെ. അപ്പോൾ നമുക്ക് ആ ബോലാം ടെസ്റ്റാണ് ഇനി എല്ലാത്തിൻ്റെയും കാര്യമായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് അതിൽ സുപ്രീം കോടതിൻ്റെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഇംഗ്ലണ്ടിലുള്ള ഒരു കേസിൽ നിന്ന് എടുത്ത് എഴുതിയിരിക്കുന്നു. ദ പ്രാക്ടീഷണർ മസ്റ്റ് ബ്രിങ് ടു ഹിസ് ടാസ്ക് എ റീസണബിൾ ഡിഗ്രി ഓഫ് സ്കിൽ ആൻഡ് നോളജ് and must exercise a reasonable degree of care. Neither the very highest nor very low degree of care. ഏറ്റവും മുകളിലും പോകാൻ പാടില്ല, ഏറ്റവും താഴത്ത് വൈദ്യക്ക് എടുക്കരുത്. അതാണ് അതിന് ഇൻ ബിറ്റ്വീനാണ് നെഗ്ലിജൻസ് നമ്മൾ നോക്കുന്നത്. അയാൾ മുകളിൽ പോയില്ല എന്നുള്ളത് നെഗ്ലിജൻസ് അല്ല, അയാൾ ഏറ്റവും താഴെയാണ് പോയതെങ്കിൽ നെഗ്ലിജൻസ് ആയി. അതാണ് neither the very highest nor very low degree of care and competence judged in the light of the particular. അത് ഓരോരോ സർക്കംസ്റ്റൻസസിലും മാറും of each case. What is the law requires, and a person is not liable in negligence because someone else of a greater skill and knowledge would have prescribed different treatment. വേറെ ചികിത്സ ഇതിനുണ്ടായിരുന്നു എന്നുള്ളതൊന്നും നെഗ്ലിജൻസ് അല്ല. or operated in a different way, nor he is guilty of negligence if he has acted in accordance with practice accepted as properly by a responsible body of medical men skilled in that particular art, even though a body of adverse opinion also existed among the medical men. സാധാരണ കോടതിയിലൊക്കെ ഉണ്ടാവാറുണ്ട്, വേറെ ഡോക്ടറെ കൊണ്ടുവന്ന് ചെയ്യും. ഇത് ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസസ് നിങ്ങൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കും. എന്നിട്ട് പിന്നെ അയാളോടൊന്നും ചോദിക്കാതെ വക്കീൽ പറഞ്ഞു വിടും. എന്നിട്ട് ആർഗ്യൂ ചെയ്യുമ്പോൾ പറയും ദ അതർ എക്സ്പേർട്ട് ഹു വാസ് എക്സാമിൻഡ് ബിഫോർ ദ കോർട്ട് ക്ലിയർലി ഡിപ്പോസ്ഡ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ദ കോസ് ഓഫ് ആക്ഷൻ വാസ് ഡിഫറെൻറ്റ്, ദ ഡോക്ടർ ഡിഡ് നോട്ട് ടേക്ക് ദാറ്റ് ആക്ഷൻ എന്നൊക്കെ പറയും. പക്ഷേ അത് നമ്മുടെ ഇതിൽ നിൽക്കില്ല. കാരണം ബോലാം ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ വേറെ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു എന്നുള്ളതോ വേറെ ചികിത്സാ രീതി ഉണ്ടെന്നുള്ളതോ ഇയാൾ ഹയസ്റ്റ് ഡിഗ്രിയിൽ ഇയാൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒന്നും നെഗ്ലിജൻസ് അല്ല. സാധാരണയുള്ള ഒരു സ്കില്ല് പോലും പ്രയോഗിച്ചില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ വന്നാൽ നൗ ദ ജുഡീഷ്യൽ പ്രൊണൗൺസ്മെൻറ്റ്സ് മേക്സ് ഇറ്റ് ഒരു ഏകദേശം ഇമ്പോസിബിൾ ആക്കിയിട്ടുണ്ട് ടു നാബ് എ ഡോക്ടർ ഫോർ ഹിസ് ക്രിമിനാലിറ്റി ഫാസ്റ്റൻ ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി അതിൽ സുപ്രീം കോടതിൻ്റെ ഒരു വലിയ പരാമർശമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, എ സർജൻ വിത്ത് ഷേക്കി ഹാൻഡ്സ് അണ്ടർ ഫിയർ ഓഫ് ലീഗൽ ആക്ഷൻ കനോട്ട് പെർഫോം എ സക്സസ്ഫുൾ ഓപ്പറേഷൻ ആൻഡ് എ ക്യൂറിംഗ് ഫിസിഷ്യൻ കനോട്ട് അഡ്മിനിസ്റ്റർ ദ എൻഡ് ഡോസ് ഓഫ് മെഡിസിൻ ടു ദ പേഷ്യൻറ്റ്. അങ്ങനെ നമ്മളൊരു ഡോക്ടറെ നിയമത്തിൻ്റെ കത്തി കാണിച്ച് പേടിപ്പിക്കുകയും എല്ലാ ഓപ്പറേഷനും ഏത് ചികിത്സയും പരാജയപ്പെട്ട അയാൾക്കൊരു ലീഗൽ ആക്ഷൻ ഫേസ് ചെയ്യേണ്ടി എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്കൊരിക്കലും ഒരു നല്ല ചികിത്സ നടത്താൻ വേണ്ടി പറ്റില്ല. ഒരു സർജനൊക്കെ വേണ്ട കോൺഫിഡൻസും ഒരു സർജനൊക്കെ വേണ്ട മോറൽ സപ്പോർട്ടൊക്കെ നമുക്കറിയാം. ഇങ്ങനെയുള്ളൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ എപ്പോഴും ലീഗൽ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പേടിപ്പിക്കാൻ പറ്റില്ല. റെപ്സിപ്സ ലിക്വിറ്റർ ഈസ് നോട്ട് എ റൂൾ ഓഫ് എവിഡൻസ് ഇൻ ഫാസ്റ്റനിങ് ക്രിമിനൽ ലയബിലിറ്റി. കാര്യങ്ങൾ സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. ആ ചികിത്സ കണ്ടാലറിയാം, ഡോക്ടർ വരാതിരുന്നത് കണ്ടാലറിയാം അയാൾ മരിച്ചത് ഡോക്ടറുടെ അലംഭാവം കൊണ്ടാണെന്നുള്ള റെപ്സിപ്സ ലിക്വിറ്റർ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എന്നുള്ള പ്രിൻസിപ്പിളൊന്നും ക്രിമിനൽ ലയബിലിറ്റിയിൽ ഡോക്ടർക്കെതിരെ എടുക്കാൻ പറ്റില്ല. അത് വേണം നിങ്ങൾക്ക് സിവിൽ ലയബിലിറ്റിയിൽ അത് വേണമെങ്കിൽ പ്ലീഡ് ചെയ്യാം എന്നാണ് ആ ജഡ്ജ്മെൻറ്റ് പറയുന്നത്. പിന്നെ ആ ജഡ്ജ്മെൻറ്റിൻ്റെ വേറൊരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ IPC ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡോക്ടർമാർക്ക് കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ IPC പഠിച്ചിട്ടുണ്ടാവും. സെക്ഷൻ 88 എ സർജൻ നോയിങ് ദാറ്റ് എ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഈസ് ലൈക്ലി ടു കോസ് ദ ഡെത്ത് ഓഫ് സെഡ് ഹൂ ഫിയേഴ്സ് അണ്ടർ എ പെയിൻഫുൾ കംപ്ലയിൻറ്റ് but not intending to cause said death and intending in good faith said's benefit performs the operation on said with consent has committed no offense. ഇപ്പോൾ ജനറൽ എക്സെപ്ഷൻസിൽ പറയുന്നുണ്ട് കൺസെൻറ്റ് പ്രകാരം അയാളുടെ ബെനിഫിറ്റിന് വേണ്ടി ഒരു കാര്യം ചെയ്താൽ അത് ഒഫൻസേ അല്ല എന്ന്. IPC കുറേ ജനറൽ എക്സെപ്ഷൻ ഉണ്ട്. 7 years താഴെയുള്ള ഒരു കുട്ടി ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് എനി ക്രിമിനൽ ആക്ട്
പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്, ഇൻസാനിറ്റി ഉണ്ട്, അൺസൗണ്ട് മൈൻഡ്, ഇങ്ങനെ നിങ്ങൾക്കറിയാം ജനറൽ എക്സെപ്ഷൻസ്, നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ്. പക്ഷേ അതിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാര്യമായ ഒരു അബദ്ധം നമുക്കൊക്കെ പറ്റിയ എവിടെയാണെന്ന് പറഞ്ഞാൽ ജനറൽ എക്സെപ്ഷൻസ് ഒരു അക്യൂസ്ഡ് പ്ലീ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഹിസ് ബർഡൻ ടു പ്രൂവ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് പക്ഷേ ഈ ജുഡീഷ്യലിലൊന്നും വന്നിട്ടില്ല. നമ്മൾ പ്രൈവറ്റ് ഡിഫൻസാണ് നിങ്ങളുടെ ഡിഫൻസായിട്ട് എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇൻസാനിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പോയിട്ട് ഒറ്റ അടി അടിച്ചിട്ട് കൊന്നിട്ട് ഞാൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരെ, വേഗം കഴിയൂ. അങ്ങനെ എത്ര നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ കൊല്ലാം. അതല്ല ഇൻസാനിറ്റി ജനറൽ എക്സെപ്ഷൻ. ലോ സ്റ്റുഡൻസ് പ്രത്യേകം മനസ്സിലാക്കണം, അവിടെ കേസ് രജിസ്റ്റർ ചെയ്യും. നോ ഒഫൻസ് എന്ന് പറഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യും. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു പ്രൂവ് ദാറ്റ് ഐ വാസ് അൺസൗണ്ട് മൈൻഡ് ദാറ്റ് ടൈം ആൻഡ് ദാറ്റ് കോൺസിക്വൻസ് വാസ് ഹാപ്പൻഡ് വിത്തൗട്ട് മൈ ആക്റ്റീവ് മൈൻഡ് എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളെ മേലെ വരുന്ന സംഗതിയാണത്. അത് ജനറൽ എക്സെപ്ഷനും വരും. പക്ഷേ ഡോക്ടർമാരെ കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ ജനറൽ എക്സെപ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ സാധാരണ ക്രിമിനൽ കേസ് എടുക്കുന്ന പോലെ 304A മറ്റാളുകളെ ശിക്ഷിക്കുന്ന പോലെ ഡോക്ടർമാരെ ശിക്ഷിക്കാൻ പറ്റില്ല ഡ്യൂ ടു ദിസ് സെക്ഷൻ. സെക്ഷൻ 92 പറയുന്നുണ്ട്, എ സർജൻ സീസ് എ ചൈൽഡ് സഫർ ആൻ ആക്സിഡൻറ്റ് വിത്ത് കൺസെൻ്റ് ആണ് 92. 93 എ സർജൻ ഇൻ ഗുഡ് ഫെയ്ത്ത് കമ്മ്യൂണിക്കേറ്റ്സ് ടു എ പേഷ്യൻറ്റ് ഹിസ് ഒപ്പീനിയൻ ദാറ്റ് ഹി കനോട്ട് ലീവ്. ദ പേഷ്യൻറ്റ് ഡൈസ് ഇൻ കോൺസിക്വൻറ്റ് ഓഫ് ദാറ്റ് ഷോക്ക്. A has committed no offence, though he knew it to be likely that the communication might cause the patient's death. ഈ 3 സെക്ഷൻ, സെക്ഷൻ 88, സെക്ഷൻ 92, സെക്ഷൻ 93, ഇതെല്ലാം ഡോക്ടർമാർക്ക് IPC ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ജനറൽ എക്സെപ്ഷനിൽ കൊടുത്തതാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറയാൻ കാരണം അവർ വേറൊരു ഫൂട്ടിങ്ങിലാണ് ആസ് ഫാർ ആസ് ക്രിമിനൽ നെഗ്ലിജൻസ് ഈസ് കൺസേൺഡ്. ദേ ആർ cannot be equated with other citizens, other professionals, because there are ample safeguards in the IPC itself in the way of general exceptions. That is why we are taking another stand in this. നമുക്ക് സമയം പോയി വരുന്നുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം പറയാം. ഇതിൽ ഇന്ത്യൻ ഡിസിഷൻസ് ഉണ്ട് കുറേ. അതിലേക്കൊന്നും നമ്മൾ എല്ലാ ഡിസിഷനിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ ജേക്കബ് മാത്യു കേസോട് കൂടി തന്നെ ഇതെല്ലാം സെറ്റിൽഡായി. പഴയ എല്ലാ ഡിസിഷനെയും കോഡിഫൈ ചെയ്ത് ജേക്കബ് തോമസിൻ്റെ കേസിൽ എല്ലാവരുടെ ഡിസിഷനും പറയുന്നുണ്ട്. ജേക്കബ് മാത്യുവിൻ്റെ ഡിസിഷനിൽ എല്ലാ പഴയ ഡിസിഷൻസും പറഞ്ഞും കൊണ്ടാണ് ഇത് പറയുന്നത്. അതിൽ ടു ഇമ്പോസ് ക്രിമിനൽ ലയബിലിറ്റി അണ്ടർ സെക്ഷൻ 304A, എപ്പോഴും 304Aയിലാണ് ഡോക്ടറെ ചാർജ് ചെയ്യുക. ഇന്ത്യൻ പീനൽ കോഡ്. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ ഡെത്ത് ഷുഡ് ഹാവ് ബീൻ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് എ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ട് ഓഫ് ദ അക്യൂസ്ഡ് and the act must be the proximate and efficient cause without the intervention of another's negligence. It must be causa causans, ഡയറക്റ്റും പ്രോക്സിമേറ്റ് ആയിട്ട് ആ റിസൾട്ട് ആയിരിക്കണം. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ദാറ്റ് ഇറ്റ് മേ ഹാവ് ബീൻ ദ കോസാസ് ഇൻ കോ നോൺ, അതുകൊണ്ടാണ് ഇതുണ്ടായതെന്ന് പറഞ്ഞാൽ പോരാ, അത് മാത്രമായിരിക്കണം അതിൻ്റെ കാരണം എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയുള്ള രീതിയിലാണ് സുപ്രീം കോടതി മറ്റുള്ള എല്ലാ പഴയ ഡിസിഷനെയും. ഇതിലിപ്പോൾ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ശാന്ത ആൻഡ് അതേഴ്സിന് 1996 3 ബെഞ്ച് ഡിസിഷൻ ഉണ്ട്. അതിൽ aroused for decision by the court was whether a medical practitioner enters service and can be proceed against deficiency in service. അതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ ഡെഫിഷ്യൻസി ഇൻ സർവീസിൽ വരും എന്നുള്ള ഡിസിഷൻ പറഞ്ഞു. പൂർണ്ണം വർമ്മ വേഴ്സസ് അശ്വിൻ പട്ടേലിൻ്റെ കേസ്. അതിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടർ ഒരു അലോപ്പതി മെഡിസിൻ നമ്മുടെ സാധാരണ മെഡിസിൻ കൊടുത്തു. പേഷ്യൻ്റ് ഡയഡായി. അതിൽ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം അയാൾ ഒരിക്കലും ഒരു പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലാത്ത ആളാണ്, ആ സ്കില്ലില്ലാത്ത ആളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് പോയിൻ്റ് അതാണ്. സ്കില്ലില്ലാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ, തനിക്കില്ലാത്തൊരു ഡിഗ്രിയുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ എൻ്റെ ഐറ്റിലല്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ റെപ്സിപ്സ ലിക്വിറ്റർ വരും. അതെന്ന് തന്നെ മനസ്സിലാവും. ഒരു ഹോമിയോ ഡോക്ടറോ ഒരു ആയുർവേദ ഡോക്ടറോ അറിയാത്ത മരുന്ന് എഴുതുന്നത് പൂർണ്ണം വർമ്മ വേഴ്സസ് അശ്വിൻ പട്ടേലിൻ്റെ കേസിൽ 1996 സുപ്രീം കോർട്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ 1996 വേറൊരു കോർട്ടിൽ പറഞ്ഞു, doctor's profession differs from doctor to doctor and more than one alternative course of treatment are available or admissible. Negligence cannot be attributed to doctor so long as he performing his duties the best of his ability. അതാണ് നോക്കേണ്ടത്, അല്ലാതെ വേറൊരു കോഴ്സ് ഉണ്ടായിരുന്നോ എന്നുള്ളതല്ല. അപ്പോൾ ആ ഡിസിഷൻ അങ്ങനെ ഈ ഡിസിഷനിൽ സൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ചാമാസാന്ദ്ര 2005, ഇതൊക്കെ ഇതിന് മുമ്പുള്ള ഡിസിഷൻസാണ്. ഇതെല്ലാം കോഡിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ ബോലാംസ് ടെസ്റ്റ് അപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി സമ്മപ്പ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് മനസ്സിലാവും. നെഗ്ലിജൻസ് ഈസ് ദ ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി കോസ്ഡ് ബൈ ഒമിഷൻ ടു ഡു സംതിങ് which a reasonable man guided by those considerations which ordinarily the conduct of human affairs would do
or doing something which a prudent and reasonable man would not do. അങ്ങനെയുള്ള കാര്യം വന്നാൽ മാത്രമേ പോയിന്റ് ഒന്നായിട്ട് സുപ്രീം കോടതി പറയുന്ന ആ ഡെഫിനിഷൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഡ്യൂട്ടി ഉണ്ടാവണം, അതിൻ്റെ ബ്രീച്ച് ഉണ്ടാവണം, റിസൾട്ടിങ് ഡാമേജ് ഉണ്ടാവണം. ഇനി നെഗ്ലിജൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മെഡിക്കൽ പ്രൊഫഷൻ നെസസറിലി കോൾസ് ഫോർ എ ട്രീറ്റ്മെൻറ്റ് വിത്ത് എ ഡിഫറൻസ്. To inference a negligence on the part of the professional, in particular a doctor, additional consideration apply. അവിടെയാണ് ഈ സംഗതിയൊക്കെ വന്ന് 304 പറയാത്ത വാക്കൊക്കെ ഉപയോഗിച്ചു കോടതി. ഒരു സത്യത്തിലൊരു കാര്യമുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ നിയമ ഇൻ്റർപ്രിട്ടേഷൻ നടത്താനേ കോടതികൾക്ക് അധികാരമുള്ളൂ. ഇല്ലാത്ത വാക്കൊന്നും IPCയിലേക്ക് എഴുതി വെക്കാൻ ശരിക്കും പാടില്ലാത്തതാണ്. നിങ്ങൾ ലോ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഫ്രീലി ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രോസ് എന്ന വാക്ക് നെഗ്ലിജൻസ് എന്നേ ഉള്ളൂ 304 IPCയിൽ ഇല്ലാത്തൊരു വാക്കും കൂടി ഡോക്ടർമാർക്ക് അവിടെ ചേർത്ത് കൊടുത്തു. നെഗ്ലിജൻസ് ഈസ് നൗ ക്വാളിഫൈഡ് ബൈ ഗ്രോസ് നെഗ്ലിജൻസ്. അതുവഴി ഞാൻ പറയുന്നത് സുപ്രീം കോടതി ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ ഡോക്ടർമാരെയും രക്ഷിച്ചിരിക്കുക. ഇപ്പോൾ ഒരു രീതിയിലും അവരെ അങ്ങനെയൊന്നും ശിക്ഷിക്കാനൊന്നും പറ്റാത്ത രീതിയിലാണ് ഉള്ളത്. ബാക്കിയുള്ള തിൻ ഡിഫറൻസ് ഒന്നും അങ്ങനെ കോടതിയിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും കൾപ്പബിൾ നെഗ്ലിജൻസ് ഉണ്ടെങ്കിലേ ക്രിമിനലി ലേബിലാക്കാൻ പറ്റൂ. ടോട്ടൽ നിങ്ങൾക്ക് കോമ്പൻസേഷനൊക്കെ വാങ്ങിക്കാം, പക്ഷേ ക്രിമിനൽ നെഗ്ലിജൻസിന് എ ഡിഫറെൻ്റ് അഡീഷണൽ കണ്ടീഷൻ അപ്ലൈ. അതാണ് പറഞ്ഞത്. അതെന്താണെന്ന് പറഞ്ഞാൽ a simple lack of care, an error of judgment, accident is not a proof of negligence on the part of a medical professional. So long as doctor follows a practice acceptable to the medical profession of that day, he cannot be held liable for negligence merely because a better alternative course or method of treatment was available, or simply because more skilled doctor would not have been chosen to follow or resort to that practice or procedure which the accused followed. അപ്പോൾ അതിലെല്ലാം വന്നു. വേറെ ഡോക്ടറെ അടുത്തേക്ക് അയക്കേണ്ടതായിരുന്നു, വേറൊരു ഡോക്ടർ നന്നായിട്ട് ചെയ്യായിരുന്നു, ഈ ഡോക്ടർ എന്നോട് അത് പറഞ്ഞില്ല, ഈ ഡോക്ടർക്ക് ഇത് അറിയില്ലായിരുന്നു എന്നുള്ളതൊന്നും അവിടെ നോക്കാൻ പറ്റില്ല. ക്രിമിനലി ലേബിളാണെങ്കിൽ ഇയാളുടെ ഓർഡിനറി സ്കില്ല് അത്രമാത്രം മതി ഫീസിന് എന്ന രീതിയിലാണ് പറയുന്നത്. ഒരു ഡോക്ടർക്ക് അത്രയും ഭയങ്കര ആംപ്ലിറ്റ്യൂഡ്, അത് ഇതിൻ്റെ കോംപ്ലിക്കസിറ്റി കൊണ്ടാണ്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിനെയും കോൺട്രാക്റ്റിനെയും ഒന്നും അതിൽ ബേസിൽ എടുത്തിട്ടില്ല. ഡോക്ടറുടെ നാച്ചർ ഓഫ് വർക്ക് മാത്രം നോക്കിയിട്ടാണ് സുപ്രീം കോടതി ഈ ഇതിലെത്തിയിരിക്കുന്നത്. ഇതിപ്പം ലാൻഡ്മാർക്കായിട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ കോടതികളും ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിളായിട്ട് ലോ ഓഫ് ദ ലാൻഡായിട്ട് വന്നു കഴിയുകയും ചെയ്തു. കോടതി ഒരു പുതിയ നിയമം തന്നെ ഉണ്ടാക്കി. 304 പറയാത്ത, നമ്മുടെ 82, 91 ജനറൽ എക്സെപ്ഷനിലൊന്നും പറയാത്ത ഒരു പുതിയ നിയമം കോടതി ഉണ്ടാക്കി. അപ്പോൾ 2 ഫൈൻഡിങ് വരണം എന്നാണ് പറയുന്നത് നെഗ്ലിജൻസിന്. ഐദർ ഹി വാസ് നോട്ട് പൊസസ്ഡ് ഓഫ് ദ റിക്വസിറ്റ് സ്കില്ല്. ഗൈനക്കോളജിസ്റ്റിന് എഴുതി വെച്ചിട്ട് പിന്നെ കേസ് വന്ന് നോക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അവർ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറല്ല. അങ്ങനെയാണ് വേറെ ഒന്നും നോക്കണ്ട, നെഗ്ലിജൻസ് ഉറപ്പായി. നോട്ട് പൊസസ്ഡ് ഓഫ് ദ റിക്വസിറ്റ് സ്കില്ല്, അല്ലെങ്കിൽ ഹി ഡിഡ് നോട്ട് എക്സൈസ്. പിന്നെ സ്കില്ലുണ്ടെങ്കിൽ അയാൾ എക്സൈസ് ചെയ്തില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ റീസണബിൾ കോമ്പീറ്റേഴ്സ് ഇൻ ദ ഗിവൺ കേസ്. ആ ബോലാം ടെസ്റ്റിലെ പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ക്രിമിനൽ ലോയിലും സിവിൽ ലോയിലും ഡിഫറൻസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. സിവിൽ ലോയിൻ്റെ കാര്യം പോരാ ക്രിമിനൽ ലോയിൽ. യു ക്യാൻ ഗിവ് കോമ്പൻസേഷൻ. കോടതികളോട്, താഴെയുള്ള കോടതികളോട് പറഞ്ഞു. ഇനി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ IPC വായിക്കുമ്പോൾ ഇത് കാണില്ല. ദ വേർഡ് ഗ്രോസ് ഹാസ് നോട്ട് ബീൻ യൂസ്ഡ് ഇൻ 304 IPC. യെറ്റ് ഇറ്റ് ഈസ് സെറ്റിൽഡ് ദാറ്റ് ക്രിമിനൽ ലോ നെഗ്ലിജൻസ് ഓർ റെക്ലെസ്നെസ് ടു ബി സോ ഹെൽഡ് മസ്റ്റ് ബി ഓഫ് സച്ച് ഹൈ ഡിഗ്രി ആസ് ടു ബി ഗ്രോസ്. അവിടെ ഗ്രോസ് എന്ന വാക്കും കൂടി ഡോക്ടർമാരുടെ കാര്യം വരുമ്പോൾ നെഗ്ലിജൻസ് സാധാരണ നെഗ്ലിജൻറ്റ് പോരാ, ഗ്രോസ് എന്നൊരു വാക്കും കൂടി 304 മുമ്പിൽ കൂട്ടി വായിക്കണം എന്ന് പറഞ്ഞ് IPCയിലേക്ക് ഒരു പുതിയ ക്വാളിഫിക്കേഷനും കൊടുത്ത് ഗ്രോസ്ലി നെഗ്ലിജൻറ്റ് എന്ന് വേണമെന്ന് പറഞ്ഞു. To prosecute a medical professional or negligence under criminal law, it must be shown that the accused did something or failed to do something which in the given facts and circumstances no medical professional in ordinary senses would do or would not fail to do. The hazards taken by the accused doctor should be of such a nature that the injury which result was most likely imminent. അതോടുകൂടി എല്ലാ സാധ്യതകളും അടച്ചു കളഞ്ഞിരിക്കുകയാണ്. ആ ഡോക്ടർ ഒരാളും ചെയ്യാത്ത, ലോകത്തൊരു ഡോക്ടറും ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പ്രൂവ് ചെയ്യണമെന്നാണ് ആ ചുരുക്കി പറഞ്ഞത്. അല്ലാതെ സാധാരണ ഒരു കാര്യം ചെയ്ത് തെറ്റിപ്പോയതോ അല്ലെങ്കിൽ ഒരു ചാൻസിന് ഇങ്ങനെ സംഭവിച്ചതോ അങ്ങനെ സംഭവിച്ചോ ഒന്നും വരില്ല. റെപ്സിപ്സാ ലിക്വിറ്റാർ, തിങ്സ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞ ജനറൽ സംസാരമൊന്നും ഡോക്ടർമാരുടെ കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല. അത് ക്രിമിനൽ ലോൻ്റെ ഒരു പ്രിൻസിപ്പിൾ അല്ല, ഓൺലി എ റൂൾ ഓഫ് എവിഡൻസ് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് സുപ്രീം കോടതി അവിടെ നിർത്തിയില്ല. എന്നിട്ട് സുപ്രീം കോടതി ആ ഡിസിഷനിൽ കുറച്ച് സേഫ് ഗാർഡ്സും പറഞ്ഞു. എന്താണ് ആ സേഫ് ഗാർഡ്സ്? അതിൽ ആ സേഫ് ഗാർഡ്സ് നിങ്ങൾ കേട്ടോളൂ. ഒന്ന്, ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, പോലീസ് കേസായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആൻഡ് ദ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കനോട്ട് ഓൾവേസ് ഈ സപ്പോസ് ടു ഹാവ് നോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് സോ ആസ് ടു ഡിറ്റർമിൻ വെദർ ദ ആക്ട് ഓഫ് ദ അക്യൂസ്ഡ് മെഡിക്കൽ പ്രൊഫഷൻ എമൗണ്ട്സ് ടു റാഷ് ഓർ നെഗ്ലിജൻറ്റ് ആക്ട് വിത്തിൻ ദ ഡൊമിനിയൻ ഓഫ് ക്രിമിനൽ ലോ അണ്ടർ സെക്ഷൻ 304 IPC. ദ ക്രിമിനൽ പ്രോസസ് വൺസ് ഇനീഷ്യേറ്റഡ്. അങ്ങനെ ഡോക്ടർക്കെതിരെ
പോലീസിനും അറിയില്ല, പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ചെയ്ത് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല എന്താ ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന്. അവർ കേസായിട്ട് വരുന്നതും പോലീസ് കേസെടുക്കുകയും ചെയ്യാൻ തുടങ്ങിയാൽ ഡോക്ടർമാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കാണുകയും സുപ്രീം കോടതി അതിൽ എന്ത് പറഞ്ഞു, ഇങ്ങനെ കേസുമായിട്ട് വരുന്ന കംപ്ലൈനൻ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡോക്ടറുടെ ഒപ്പീനിയനും കൊണ്ട് വന്ന് പ്രിമാ ഫേസി പ്രൂവ് ചെയ്യുകയും പോലീസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിനോടും മെഡിക്കൽ കൗൺസിലിനോടൊക്കെ ഒരു ബോർഡ് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു. അത് പല സ്റ്റേറ്റിലും വന്നിട്ടുണ്ട്, ചില സ്റ്റേറ്റിലൊന്നും വന്നിട്ടില്ല. അവരുടെ ബോർഡിൻ്റെ അഭിപ്രായത്തിൽ ബോലാം ടെസ്റ്റ് പോലെ നെഗ്ലിജൻസ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയാല ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് പ്രൊസീജിയറൊക്കെ. ഇത് കഴിഞ്ഞാലേ ഒരു ഡോക്ടർക്കെതിരെ പ്രൊസീഡ് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യങ്ങളും എഴുതി ചേർത്ത് വെച്ചു. അതിലുമുണ്ട് വി പ്രൊപ്പോസ് ടു ഡൗൺ സർട്ടൺ ഗൈഡ് ലൈൻസ്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഫോർ ദ ഫ്യൂച്ചർ വിച്ച് ഗവേൺ ദ പ്രോസിക്യൂഷൻ ഓഫ് ഡോക്ടേഴ്സ് ഫോർ ഒഫൻസസ് ഓഫ് വിച്ച് ക്രിമിനൽ റാഷനസ് ഓർ ക്രിമിനൽ നെഗ്ലിജൻസ് ഈസ് ഇൻഗ്രീഡിയൻറ്റ്. പ്രൈവറ്റ് കംപ്ലയിൻറ്റ് മെ നോട്ട് ബി എൻ്റർടൈൻഡ്. കോടതികൾക്കൊരു നിർദ്ദേശം കൊടുത്തു, മെ നോട്ട് ബി എൻ്റർടൈൻഡ് unless the complaint has produced prima facie evidence before the court in the form of a credible opinion given by other competent doctor to support the charge. അത് നമ്മുടെ ഒരു ബന്ധുവിനോ നമ്മൾ അറിയുന്ന ആൾക്കോ ഒരു നെഗ്ലിജൻസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വേറൊരു ഡോക്ടറോട് സർട്ടിഫിക്കറ്റ് ആയാലേ നിങ്ങൾക്ക് പ്രൈവറ്റ് കംപ്ലയിൻറ്റിനുള്ള സ്കോപ്പുള്ളൂ. ഒന്ന്. ഇനി ഇൻവെസ്റ്റിഗേഷൻ പോലീസിൽ പോയാലോ, ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഷുഡ് ബിഫോർ പ്രൊസീഡിംഗ് അഗെയിൻസ്റ്റ് ദ ഡോക്ടർ അക്യൂസ്ഡ് ഓഫ് റാഷ് നെഗ്ലിജൻറ്റ് ആക്ട് ഓർ ഒമിഷൻ ഒബ്റ്റെയിൻ ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് കോമ്പീറ്റൻറ്റ് മെഡിക്കൽ ഒപ്പീനിയൻ preferably from a doctor in a government service. ഇപ്പോൾ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, qualified that branch of medical practice who can normally be expected to give impartial and unbiased opinion applying Bolam test to the facts and collected in the investigation. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റാവൂന്ന് പറഞ്ഞു. ഇനി ഇതെല്ലാം നടന്നാലും ഈ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് നിന്നാലും എങ്ങനെയാണ് ശിക്ഷിക്കാൻ പറ്റുക എന്നുള്ള കോടതി എങ്ങനെയാണ് തീരുമാനിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ റൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയാൻ നമുക്ക് സമയമില്ല. ആ റൂളിൽ ഒരു ഡോക്ടർക്കെതിരെ മറ്റേ ഡോക്ടർ കൃത്യമായിട്ട് ഇമ്പാർഷ്യലായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ കൊടുക്കാത്തത് എത്തിക്സിൻ്റെ ഭാഗമല്ല എന്നും മറ്റോ മറിച്ചൊക്കെ പറഞ്ഞിട്ട് അവർ റൂളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ എത്രത്തോളം റൂളുകൾ പാലിക്കപ്പെടുന്നുണ്ട്, നിർഭയമായി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, സ്വതന്ത്രമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടം എങ്ങനെ മറ്റുള്ള കാര്യത്തിലേക്ക് പോകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അത് തന്നെ ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ജേക്കബ് മാത്യു കേസാണ്, നിങ്ങളെല്ലാവരും വായിക്കുക. അതിൽ വേറെ ഒന്നും വേണ്ട. മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ആസ്പെക്റ്റ് മാത്രം പറയുകയാണെങ്കിൽ ആ ഡിസിഷൻ മാത്രം വായിച്ചാൽ മതി. അന്ന് വരെയുള്ള എല്ലാ ഡിസിഷനും ഇനി വരാനുള്ള എല്ലാ ഡിസിഷനും, ഇപ്പോൾ എല്ലാ ഡിസിഷനും 3 ബെഞ്ച് സുപ്രീം കോടതി ഡിസിഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും ബൈൻഡിങ് ആണ്. ഇനി അതിൻ്റെ മുകളിൽ 4 or 5 ബെഞ്ച് വന്നാൽ മാത്രമേ ഇത് മാറുള്ളൂ. ഹൈക്കോടതിക്കും ഇന്ത്യയിലെല്ലാം ബാധകമാണ്, ലോ ഓഫ് ദ ലാൻഡായി മാറി. അപ്പോൾ ഇതാണ് ഇന്ന് മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ നിയമ ബുക്ക്, ആ ജഡ്ജ്മെൻറ്റാണ്. കാരണം വേറെ നിയമമല്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് പോവുക. അപ്പോൾ ഈ ഓർഡിനറിലി ഇതൊരു സ്വപ്നമായിട്ട് മാറുകയാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ സമയമില്ല. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ശരിക്കും നിയമവും എത്തിക്സും മോറൽസും പ്രശ്നമൊക്കെ പറയുകയാണെങ്കിൽ, നമ്മുടെ സമൂഹമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ 2 മേഖല, അഡ്വക്കേറ്റ്സ് ആൻഡ് ഡോക്ടേഴ്സ്, അവരിപ്പോൾ ഈ നെഗ്ലിജൻസിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കോടതിയിൽ ഞങ്ങളത് കാണുന്നുണ്ട്, ഡോക്ടേഴ്സിൻ്റെ കേസ് വരുമ്പോൾ ഞങ്ങളത് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഹെൽപ്ലെസ് ആവും. നമ്മൾ രാജ്യത്ത് മറ്റേ ലോർഡ് ഡെന്നിങ് പറഞ്ഞ ഒരു വാചകം കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. വി ഹാവ് ലോസ് ഇൻ ദിസ് വേൾഡ് ആൻഡ് വി വിൽ ഗെറ്റ് ജസ്റ്റിസ് ഇൻ ദ നെക്സ്റ്റ് വേൾഡ് എന്ന് ഞാൻ എപ്പോഴും പറയും. പല കാര്യങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായ നിയമം, ആ IPC ഉണ്ടാക്കിയ അത്രയും കൂടിയും കാര്യക്ഷമത ഇപ്പോൾ പോലും ഇല്ല. IPCയിലൊക്കെ എപ്പോഴാണ് നെഗ്ലിജൻസ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോഴും നിയമങ്ങൾ വരുമ്പോഴും അത് ഓരോരോ ഇൻട്രസ്റ്റഡ് അതിൽ കയറി കൂടുമ്പോഴും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിത് ഫേസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് എത്ര ഡിഫിക്കൽട്ടാണെന്ന് മനസ്സിലാവുക. അതുവരെ നമ്മളൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും നല്ല രാജ്യമാണെന്ന്. നമുക്കൊരു പെർട്ടിക്കുലർ പ്രശ്നം വരുമ്പോഴാണ് ഓരോന്നും എത്ര പ്രശ്നമാണെന്ന് അറിയാം എന്നുള്ളൊരു നാടായി നമ്മളെ നാട് മാറി. അതുവരെ ജനാധിപത്യവും ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റിയും നോൺ ഡിസ്ക്രിമിനേഷനും റൈറ്റ് ടു എക്സ്പ്രഷനും റൈറ്റ് ടു ലൈഫും എല്ലാം ഭയങ്കര സുന്ദരമാണ്. അതൊക്കെ ഇങ്ങനെ ഉണ്ട്. നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രസംഗമൊക്കെ നടത്താം. വി ഹാവ് ദീസ് ലോസ്, ആ ലോസ്, ഈ ലോസ് ഒക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പക്ഷേ നമ്മളൊരു ഫേസ്, ഒരു ജഡ്ജ് ആയിക്കോട്ടെ, ഹൈക്കോടതി ജഡ്ജ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അയാളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് അയാൾ അറിയുക ഈ നിയമത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ്. അതുവരെ നമ്മളിത് വലിയ നിയമമായിട്ടിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഡോക്ടറും പാലിക്കുക, അത് രോഗിയും പാലിക്കുക. നമ്മളെല്ലാ ബന്ധങ്ങളിലും ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞതിന് കൊടുത്ത കാര്യങ്ങളൊക്കെ പാലിച്ചാൽ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര നേരം ഞാൻ എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. എല്ലാവരോടും താങ്ക്സ്. ജയ് ഹിന്ദ്. താങ്ക് യു സർ. മുജീബ് റഹ്മാൻ സാറിന് ADR സെൻറ്ററിൻ്റെയും ചികിത്സാ നിധിയുടെയും വക ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി ഖദീജ മുംതാസ് മാഡത്തെ ക്ഷണിക്കുന്നു.
അടുത്തതായി മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിനായി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം ന്യൂറോ സർജറി വിഭാഗം HODയും പ്രൊഫസറുമായ ഡോക്ടർ PK ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. സത്യം പറഞ്ഞ് ഇനി എന്ത് പറയുമെന്ന് ആലോചിച്ച് ആകെ കൂടെ കൺഫ്യൂഷനിലിരിക്കുക. രണ്ട് കാര്യം. ഒന്ന്, എല്ലാവരും നല്ല ഭക്ഷണത്തിൻ്റെ മണം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നൊരു സമയം. കാരണം വിശപ്പ് കത്തി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നൊന്നും വലിയ കാര്യമല്ല, ഭക്ഷണമാണ് പ്രധാനം. അതെല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. ഇപ്പം നിങ്ങളുടെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ കാണുന്നിടത്തോളം നിങ്ങളുടെ വിശപ്പ് പ്രധാനം തന്നെയാണ്. രണ്ട്, ഇതിൻ്റെ ഒരു സാഹിത്യം കലർന്ന, അല്പം വൈകാരികത കലർന്ന, കുറച്ചൊക്കെ യാഥാർത്ഥ്യത്തിൻ്റെയൊക്കെ മേഖലകളിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരിയും നമ്മുടെ സാഹിത്യകാരിയുമായ ഖദീജ മുംതാസ് മാഡം വളരെ നല്ല രീതിയിൽ മോർണിംഗ് സെഷൻ, ശരിക്കും പറയില്ല, നമ്മൾ പറയും നല്ല ബാറ്റിംഗ് തുടങ്ങി എന്നുള്ളത്. ശരിക്കും ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മാഡം തുടങ്ങി. അതിനുശേഷം ആതിരാപ്പിയുടെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എങ്കിൽ നല്ല വിശദീകരിച്ചുകൊണ്ട് തന്നെ അടുത്ത ഒരു സന്ദർഭം. അതിലേറെ ചങ്ക് ബ്രോ എന്നിവർ തന്നെ സ്വയം വിശേഷിപ്പിച്ച നമ്മുടെ അഡീഷണൽ മജിസ്ട്രേറ്റ് വളരെ ഭംഗിയായി തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ്, ഈ മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെ എനിക്കും തന്ന വിഷയം. അപ്പോൾ എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും, ഒരു ക്രോസ് ഓവർ ഉള്ളതുകൊണ്ട് പലപ്പോഴും മെഡിക്കൽ നെഗ്ലിജൻസ് ഞാൻ പറയാൻ പോകുന്നതും കുറച്ചും കൂടെ അക്കാദമിക്കലായിരിക്കും എൻ്റെ എന്ന് തോന്നുന്നു. അദ്ദേഹം ഈ ലീഗൽ പോയിൻറ്റ്സിൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അല്പം നമ്മുടെ ഈ പേഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പറയാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അധികമൊന്നും സമയം എടുക്കില്ല, ഒരു 30 മിനിറ്റ്സിനുള്ളിൽ ഞാൻ നിർത്തിക്കോളാം. 1:30 നിങ്ങൾക്കെല്ലാം ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഞാൻ സംഭവം. അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് എന്തുകൊണ്ട്, വൈ ദ മെഡിക്കൽ നെഗ്ലിജൻസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഇറ? ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദിസ് മെഡിക്കൽ നെഗ്ലിജൻസ് ഇഷ്യൂ ഹാസ് റോൺസ് അപ്പ് ബിക്കോസ് ഓഫ് ദിസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ പലരും യഥാർത്ഥത്തിൽ ഒരു നെഗ്ലിജൻസ് ഇല്ലെങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ പരാതികൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള വളരെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന IMA വേഴ്സസ് VP ശാന്ത ആൻഡ് അതേഴ്സ് വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്താണ് നെഗ്ലിജൻസ്, എന്താണ് മെഡിക്കൽ നെഗ്ലിജൻസിനെ എങ്ങനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം, അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ ലയബിലിറ്റി ഫിക്സ് ചെയ്യും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏത് ലോ പറയുമ്പോഴും, ഏത് ലോ സംസാരിക്കുമ്പോഴും ഈ ലോയുടെയൊക്കെ പ്രധാന കാര്യം എന്താണ്, നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മൊറൽസ് ആൻഡ് എത്തിക്സ്. സോ ദ വി ഷുഡ് നോ സം ഓഫ് ദ എത്തിക്സ്. സോ അത് പറയുന്നതിന് മുമ്പേ ഐ വിൽ ജസ്റ്റ് പുട്ട് 4 സെനോറിയോസ് ഇൻ ടു ദിസ് ഫീൽഡ്. 4 സെനോറിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ആദ്യത്തെ, ആട്ടിപ്പായിച്ചല്ലോ ആ ജീവനെ, മുരുകൻ ഇഷ്യൂ എല്ലാവർക്കും നല്ലോണം അറിയാം. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, പത്രം വായിക്കാത്ത ആരെങ്കിലും ആയിരിക്കണം. കാരണം ഇതേ ഇഷ്യൂ വെച്ച് എറണാകുളം ലോ കോളേജിൽ ഞാൻ സംസാരിച്ചായിരുന്നു. രണ്ടാമത്തെ ഇഷ്യൂ ഈ അടുത്ത കാലത്താണ്, പ്രസവത്തെ തുടർന്ന് മരണം, ഡോക്ടർക്കെതിരെ കേസ്. മാഡം പറഞ്ഞതുപോലെ പ്രസവം ഒരു രോഗമേ അല്ല. എല്ലാ ജീവജാലങ്ങളും എന്താ പറയുക, നമ്മൾ ഗർഭം ധരിക്കുകയും പ്രസവധാരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യകുലവും അതിന് വിഭിന്നമൊന്നുമല്ല. അപ്പോൾ മനുഷ്യകുലത്തിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് ഇത് രോഗമായി മാറിയത്? വയറ്റാട്ടുകളുടെ കയ്യിൽ നിന്നും ഗൈനക്കോളജിസ്റ്റ് കയ്യിലേക്ക് മാറുന്നതോടുകൂടി തന്നെ ഇതിന് ശാസ്ത്രത്തിൻ്റെ മുഖം വരികയും ഇതിന് രോഗത്തിൻ്റെ പരിവേഷം വരികയും ഇതിനകത്ത് സംഭവിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും കുഴപ്പങ്ങളായി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. മൂന്നാമത്തെ, ഞങ്ങൾ ന്യൂറോ സർജന്മാരെ ഈ അടുത്തിടയ്ക്ക് വളരെ പ്രധാനമായിട്ട് കണ്ട ഒരു ലാൻഡ്മാർക്കാണ് പാർട്ട് ഓഫ് ദ പേഷ്യൻസ് ബ്രെയിൻ സ്കൾ മിസ്സിങ് ഡോക്ടർ ബുക്ക്ഡ് എന്നാണ്. അതായത് നമ്മൾ പലപ്പോഴും തലച്ചോറിനകത്തുള്ള ചില രോഗങ്ങൾക്ക് തലച്ചോറ് അതിനകത്ത് വികസിക്കാനുള്ള സ്ഥലം കൊടുക്കാനായിട്ട് തലയോട്ടി എടുത്ത് മാറ്റി വയ്ക്കുകയും, ചിലർ ഫ്രിഡ്ജിൽ വയ്ക്കും, ചിലർ വയറിൽ വയ്ക്കും, അങ്ങനെ മാറ്റി വയ്ക്കും. പിന്നീട് രോഗി മെച്ചപ്പെടുമ്പോൾ തിരിച്ചത് അവിടെ വെക്കുന്നൊരു സന്ദർഭമുണ്ട്. ഇത് ചിലപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം മാറ്റി വയ്ക്കുമ്പോൾ ചില കാരണങ്ങളാൽ തിരിച്ചു വെക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമുണ്ട്. കാരണം അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പകരം വേറെ ടൈറ്റാനിയം മെഷോ അല്ലെങ്കിൽ സ്റ്റീൽ മെഷോ ഒക്കെ വയ്ക്കും. ഈ വെച്ച ഒരു കേസിൽ പ്രത്യേകിച്ച് ഇവർ പറഞ്ഞത്, ഈ രോഗിയുടെ ആൾക്കാർ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ഈ തലയോട്ടിയെടുത്ത് മാറ്റി വെച്ചത് കൊണ്ട് എൻ്റെ തലയുടെ എവിടെ തൊടുമ്പോഴും, തലയുടെ ഈ തൊലിപ്പുറത്ത് തൊടുമ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും
എൻ്റെ കാലക്രമേണയുള്ള എൻ്റെ ജീവിതത്തെ തന്നെ വല്ല അത് ബാധിക്കുന്നു എന്ന് പറഞ്ഞ് ഏകദേശം 1 ലക്ഷം രൂപയോളം ഒരു ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. വീണ്ടും ഞാൻ ഈ കേസ് എടുത്തിടുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ മുഖവുര എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ 1 ലക്ഷത്തോളം രൂപ വിധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം വളരെ ലാൻഡ്മാർക്കായിട്ട്, ലാക്ക് ഓഫ് ഇൻഫോംഡ് കൺസെൻറ്റ് ടു സ്പൈനൽ സർജറി, ട്രേസി ഹാസൽ വേഴ്സസ് ഇല്ലിംഗ്ടൺ ഹോസ്പിറ്റൽ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ്. ഇവിടെ ഒരു സർവൈക്കൽ ആദ്യം ഒരു നട്ടലിനെ താഴത്തെ കശേരുക്കൾക്ക് ഓപ്പറേഷൻ ചെയ്തു, ഡിസ്കിനെ പേഷ്യൻ്റ് മെച്ചപ്പെട്ടു. പിന്നീട് വീണ്ടും മോശമായി കഴിഞ്ഞപ്പോൾ കഴുത്തിൻ്റെ നട്ടലിൻ്റെ MRI എടുത്തു, പരിശോധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡിസ്കിനൊരു സർജറി ചെയ്തു. പേഷ്യൻ്റ് നോർമൽ കേസിൽ വരാൻ പാടില്ലാത്തൊരു കോംപ്ലിക്കേഷൻ, അത് ഒരു വളരെ ചെറിയ ശതമാനമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴുത്തിന് കീഴ്പോട്ട് തളർന്നുപോയി. ഇവിടെ കോടതി വിധിച്ചത് സർജറി തെറ്റായ എന്ന് പറഞ്ഞില്ല, സർജറിയുടെ കാര്യങ്ങളും പറഞ്ഞില്ല, കോംപ്ലിക്കേഷനെ കുറിച്ചും പറഞ്ഞില്ല. മറിച്ച് ഈ ഒരു കോംപ്ലിക്കേഷൻ രോഗിയോട് പറഞ്ഞില്ല, ഡിസ്കസ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇത് തന്നെയായിരുന്നു നമ്മുടെ സോഷ്യൽ വർക്കറായിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഗോപിനാഥും പറഞ്ഞത്, നമ്മൾ സംസാരിച്ചില്ല. പക്ഷേ ഇവിടെ ഈ ഡോക്ടർ, ഈ ചികിത്സ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഒന്ന്, ഇന്ന് ഇദ്ദേഹത്തിൻ്റെ അവിടെയൊക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഓരോ ഡോക്ടർമാരെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ രോഗത്തിൻ്റെ വിവരങ്ങളും അവർ ചികിത്സിച്ച വിവരങ്ങളും എല്ലാം ലഭ്യമാണ്. ഇന്ന് എൻ്റെ അടുത്തൊരു, ഞാൻ ന്യൂറോ സർജനാണ്, എൻ്റെ അടുത്ത രോഗി ഒരു രോഗത്തെ ചികിത്സയ്ക്ക് വരുമ്പോൾ മിക്കവാറും അതിന് കിട്ടാവുന്ന എല്ലാ, ലോകത്തിലെവിടെയും കിട്ടാവുന്ന എല്ലാ ഓപ്ഷനുകളും മനസ്സിലാക്കിക്കൊണ്ടാണ് വരുന്നത്. നമ്മളത് പറയുന്നതിൽ വലിയ ഒരു കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ അത്രമാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സംസാരിക്കേണ്ടതാണ്. പക്ഷേ ഭൂരിപക്ഷം പേരും നല്ല വിവരത്തോടു കൂടെ തന്നെയാണ് വരുന്നത്. നല്ല വിവരത്തോട് ഒരു ന്യൂറോ സർജറിയിലെ ഒരു ട്യൂമർ, ബ്രെയിൻ ട്യൂമർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ബ്രെയിൻ ട്യൂമറിന് എന്തെല്ലാം ചികിത്സകൾ നിലവിൽ ഈ ലോകത്ത് അവൈലബിളാണ്, കിട്ടുമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. ഈ കേസ്, ഈ 4 കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം, പഴയ ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നോ ഡോക്ടർ നോസ് എവറിത്തിങ്. ദർ ഈസ് എ റീസൺ വൈ ഇറ്റ് ഈസ് കോൾഡ് പ്രാക്ടീസിങ് മെഡിസിൻ. എവറി ഡേ വി ആർ പ്രാക്ടീസിങ്. മേ ബി ഹാവിങ് റോങ് തിങ്, മേ ബി റൈറ്റ് തിങ്. വിൽ കറക്റ്റ് ഫ്രം ദ റോങ് തിങ്. In this context, I want to make a statement. To erase human, but to replicate the same mistake due to one's carelessness is negligence. അവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റാം, ആർക്കും തെറ്റുപറ്റാം. പക്ഷേ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് അതിന് നമ്മൾ നെഗ്ലിജൻസ് ആയിട്ട് പറയുന്നത്. നമ്മുടെ ഒരു ശ്രദ്ധക്കുറവെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലും അതിന് പറയാവുന്നത്. നെഗ്ലിജൻസ്, ദർ ഇസ് ബാരൻ അഡൽസ് ആൻഡ് ഡിഫൈൻസ് നെഗ്ലിജൻസ് ഇൻ ബിത്ത് വേഴ്സസ് ബ്രിംഗ്ഹാം വാട്ടർ വർക്ക്സ് കമ്പനി. ഇത് തന്നെയാണ് നേരത്തെ നമ്മുടെ ജഡ്ജും പറഞ്ഞത്. ഞാനൊന്നുകൂടെ വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം അദ്ദേഹം വളരെ വിശദമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഈസ് ഓമിഷൻ ടു ഡു സംതിങ് വിച്ച് എ റീസണബിൾ മാൻ, യു കോട്ട് ദാറ്റ്, റീസണബിൾ മാൻ guided by those consideration which ordinarily regulate the conduct of human affairs would do, or doing something which a prudent and reasonable man would not do. ചെയ്യുകയോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ശരിയായ രീതി വരുന്നതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? കാരണം ഈ രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്, there is an ethics for everything. എത്തിക്സ്, ആ എത്തിക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇന്നലെ ഒരുപക്ഷെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ സംസാരിച്ചതും ഈ എത്തിക്സ് തന്നെയായിരിക്കും. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഒന്ന് അതിന് മുകളിലൂടെ ഒന്ന് കടന്നു പോയിക്കോട്ടെ. എത്തിക്സ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ബിഗിനിങ് where the law ends. The moral conscience is a precursor to the development of legal rules for social order. Ethics and law thus share the goal of creating, maintaining social good and have a symbiotic relationship. ഈ എത്തിക്സും ലോയൊക്കെ തമ്മിൽ ഒരു പരസ്പര പൂരകങ്ങളായിട്ടുള്ള, പരസ്പര ബന്ധിക്കപ്പെട്ട ഒരു ബന്ധം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇഫ് യു go to the William Somerset Maugh's quote, very famous quote, conscience is the guardian in the individual of the rules which the community has evolved for its own preservation. അതാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകപരമാകുന്ന രീതിയിലാണ് ഈ എത്തിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. എത്തിക്കൽ നോംസ് മേ ബി ഡിറൈവ്ഡ് ഫ്രം ദ ലോ. ഈ എത്തിക്സ് നോംസിനെ, എത്തിക്സ് എന്നാണ് ലോ ഡിറൈവ് ചെയ്യുന്നു, ലോ എത്തിക്സിൻ്റെ ബേസിലാണ് ലോ ഉണ്ടാവുന്നൊക്കെ പറയുന്നില്ല. ദ ലോ ഈസ് ഫോംഡ് ബൈ, or law governs the institutional policies
and the practices, policies of professional organizations and professional standards of care, fiduciary obligation. I think the judge was talking about the fiduciary obligations so many times at the trust. ഇപ്പോൾ എൻ്റെ അടുത്ത് രോഗി വരുമ്പോൾ, നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് രോഗി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ പണ്ടത്തെ കാലം പോലെയില്ല, ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന രോഗി തന്നെ ഇപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് വരാറുണ്ട്. ആദ്യം തന്നെ അവർ നോക്കും ന്യൂറോ സർജൻ കോട്ടയം, അപ്പോൾ നോക്കുമ്പോൾ മെഡിക്കൽ കോളേജ് കോട്ടയം, ഡോക്ടർ ബാലകൃഷ്ണൻ, നമ്പർ എടുത്തു, പരിചയക്കാരോട് ചോദിച്ചു. അപ്പോൾ ഈ പരിചയക്കാരോട് ചോദിച്ചൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ എന്നിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. ആൻഡ് ഐ ആം ബൗണ്ട് ടു കീപ് ദ ട്രസ്റ്റ്. ഇവിടെയാണ് നേരത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ബൗണ്ട് ടു കീപ് ദ ട്രസ്റ്റ്. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ദെൻ ക്ലിനിക്കൽ എത്തിക്സ് എല്ലാറ്റിലും ഉണ്ട്. നേരത്തെ പറഞ്ഞ ബയോ എത്തിക്സ് ഉണ്ട്, മെഡിക്കൽ എത്തിക്സ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, ലീഗൽ എത്തിക്സ് ഉണ്ട്, എത്തിക്സിൻ്റെ എത്തിക്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എത്തിക്സിൻ്റെ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. വാട്ട് ഈസ് എത്തിക്സ്? ക്ലിനിക്കൽ എത്തിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഡിസിപ്ലിൻ or methodology for considering the ethical implications of medical technology, policies and treatments, with special attention to determining what ought to be done or not to be done in the delivery of healthcare system. അതാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട, അത് വളരെ സത്യസന്ധമായിട്ടുള്ള നീതിപൂർവകമായ രീതിയിലും എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതാണ്. Then law. Ethics is based on the law also. Law may be defined as established and enforceable social rules for conduct or non-conduct. A violation of the legal standard may create criminal or civil liability. That was discussed. Criminal liability, civil liability ഒക്കെ എല്ലാ കാര്യത്തിലും ഒരു റിസ്ക് ഉണ്ട്. നിങ്ങൾ ഏത് ഇപ്പോൾ ലീഗൽ കാര്യങ്ങളും നിങ്ങൾ അഡ്വക്കേറ്റ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനെ രക്ഷിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നുണ പറഞ്ഞായാലും സത്യം പറഞ്ഞായാലും തെളിവുകളുടെ ഒരു ബലത്തിൽ. ഡോക്ടർമാരുടെ കാര്യത്തിൽ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്. കാരണം നമ്മളെല്ലാവർക്കും എല്ലാ എത്തിക്സും എല്ലാ റൂളും എല്ലാ ലോയൊക്കെ അപ്ലിക്കബിൾ ആണെങ്കിലും ഇതേ റൂള് തന്നെ ഡോക്ടേഴ്സിന് അല്പം വ്യത്യാസമുണ്ട്. ബിക്കോസ് ദേ ആർ ഡീലിംഗ് വിത്ത് ദ ഹ്യൂമൻ ബീയിങ്സ്, നോട്ട് ദ മെഷീൻസ്. അപ്പോൾ അതിനൊരു പ്രത്യേക റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ കാണിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. So there is a risk management may be defined as a method of reducing risk of liability through institutional policies or practices. ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞു പല സ്ഥാപനങ്ങളും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്ര മേഖല ഒരുതരം ഭീകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ സോഷ്യൽ വർക്കറും പറഞ്ഞു നമ്മുടെ ഈ ICUകളെല്ലാം തന്നെ ഒരുതരം മരണത്തിന് വേണ്ടി കൊടുക്കുന്ന സ്ഥലമാണ്. കാരണം പോൾ കലാനിധിയുടെ ഞാൻ വായിച്ച ബുക്കാണ്. പോൾ കലാനിധി പറയുന്ന പോലെ എനിക്ക് സ്വതന്ത്രമായിട്ട് മരിക്കണം. ശരിയാണ്, പക്ഷേ അവിടെ ചെറിയൊരു ഡിഫറൻസ് ഒപ്പീനിയൻ എനിക്കുള്ളത്, ഐ ആം ഡീലിംഗ് വിത്ത് എ ക്രിട്ടിക്കൽ കെയർ ഏരിയ വേർ ഐ ഡു എ ലോട്ട് ഓഫ് സർജറീസ്. I want to keep the patient away from the infection. So I need a good ICU. At the same time, many times, I talk to my juniors. The ICUs are to mystify the treatment, not to treat correctly. ഇപ്പോൾ നിങ്ങൾ ഒരു ICUവിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പലപ്പോഴും രോഗികളുടെ ആൾക്കാർക്ക് അറിയില്ല. നിങ്ങളുടെ ചികിത്സ ശരിയാണോ, നിങ്ങളുടെ ചികിത്സ അവിടെയാണ് നിങ്ങളുടെ ഒരു എത്തിക്സ് ഉള്ളത്, നിങ്ങളുടെ ഒരു മൊറാലിറ്റി ഉള്ളത്, യുവർ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഇത് പഠിപ്പിച്ചെടുക്കണം, സ്വയം ഉണ്ടാവണം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്. The same thing regarding the negligence. Winfield has given a beautiful quote. Negligence as a tort is the breach of legal duty to the care, which results in damage undesired by the defendant to the plaintiff. അതാണ് നമ്മൾ ഒരാൾക്ക് നമ്മൾ വിചാരിക്കാത്ത ഒരു ഉപദ്രവം അപകടം ഉണ്ടാവുന്നതിന് നമുക്ക് നെഗ്ലിജൻസ് പറയാം. ഡോക്ടർ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഒരിക്കലും പ്രതീക്ഷിക്കില്ല. Once again, I just want to complete that negligence part. It is the omission to do something which a reasonable man, guided by those considerations which ordinarily regulate the conduct of human affairs, would do, or doing something which a prudent and reasonable man would not do. പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട് നെഗ്ലിജൻസ് എസ് എ ക്രൈം. ഈ നെഗ്ലിജൻസ്, ക്രിമിനൽ നെഗ്ലിജൻസ് ഓർ ക്രൈം നെഗ്ലിജൻസ്, ഒരു കാര്യം നമുക്ക് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, വെൻ യു ഗോ ടു ദ ബാബിലോണിയൻ ഹിസ്റ്ററി or when you take to the Charaka Samhita or you
take any of the Indian Ayurvedic Samhita or whatever it is, everywhere during the primitive age, when something happens, a patient dies, the hands will be cut off, the doctor's hands will be cut off. It was so cruel. ആ സമയത്ത് അങ്ങനെയായിരുന്നു ഈ ഡോക്ടർമാരുടെ. കാരണം എവറി ആക്ട് പേഷ്യൻറ്റിന് എന്തെങ്കിലും ഗുരുതരമായിട്ട് സംഭവിച്ചാൽ ദാറ്റ് വാസ് കൺസിഡർഡ് എസ് എ വെരി ക്രിമിനൽ ആക്ട്. ആ സമയത്ത് ബാബിലോണിയൻ സംസ്കാരം മുതൽക്കുള്ളതാണ്. പിന്നീട് അത് മാറി. പിന്നെ നമ്മുടെ ഇന്ത്യൻ എന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ നിയമസംഹിതകൾ കുറച്ചുകൂടെ ആയപ്പോൾ ദേ വർ മോർ കൺസിഡറേറ്റ്. നേരത്തെ സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഈ രീതിയിൽ വളരെ രൂക്ഷമായിട്ടുള്ള ശിക്ഷാവിധികൾ നടത്തുമ്പോൾ ചികിത്സിക്കാൻ ഡോക്ടർമാർ വിസമ്മതിക്കും. അവർ ചികിത്സയിൽ നിന്ന് നേരാവണ്ണം കൊടുക്കേണ്ട ചികിത്സ ഇന്ന് പിന്മാറുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഇതിനെ ഒന്നും കൂടെ ഈ ലൈറ്റാക്കി മാറ്റി. ഇവരുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ദ ഡെഫിനിഷൻ ഫോർ എ ക്രിമിനൽ നെഗ്ലിജൻസ് ഈസ് ബിക്കം ലൈറ്റ്. I will come to that. Negligence as a crime has a different yardstick. Negligence under tort is determined on the extent of the laws and cause, whereas negligence under criminal law is dependent on the degree and amount of loads. Negligence by tort means ചെറിയൊരു സംഭവത്തിന് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്താൽ മതി. I will come to that later. But here the criminal negligence is extent or degree and amount of the negligence is most important thing. When you come to the medical negligence, it's an act recklessly done by a person resulting in foreseeable damage to the other. മറ്റൊരാൾക്ക് എന്തൊക്കെ സംഭവിക്കാം എന്നറിഞ്ഞുകൊണ്ട് അത് തന്നെ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പലപ്പോഴും മെഡിക്കൽ നെഗ്ലിജൻസ് ആയിട്ട് പറയേണ്ടി വരും. നെഗ്ലിജൻസ് ഇസ് എൻ ഒഫൻസ് അണ്ടർ ടോർട്ട്, IPC, Indian Contracts Act, Consumer Protection Act, many more. ഈ ഒരു സംഭവം അത് ഞാൻ ഈ ഒരു കേസ് എടുത്തുകൊണ്ട് പറയാം. ഇതിലേതിൽ വേണമെങ്കിൽ അത് വരാം. Then it is the misconduct by a medical practitioner or doctor by not providing enough care resulting in breach of their duties and harming the patients which are their consumers. ഈ പാർട്ട് ഓഫ് ദ പേഷ്യൻസ് കാൾ മിസ്സിംഗ് ഡോക്ടർ ബുക്ക്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് നോക്കാം. ഇതിലെവിടെയെങ്കിലും ക്രിമിനൽ പാർട്ടുണ്ടോ? ആകെ കൂടെ സ്കള്ള് പോയെന്നേ ഉള്ളൂ. ഈ സ്കള്ള് പോയെന്നുള്ളതിനെ ഒരു ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഡ്യൂട്ടിയും അതിലൊക്കെ ഞാൻ വരുന്നുണ്ട്. ഈ രോഗിയോട് ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് പറയുകയായിരുന്നെങ്കിൽ ഈ ഒരു നെഗ്ലിജൻസിൻ്റെ പ്രശ്നം വരത്തില്ലായിരുന്നു. നമുക്കിത് മാറ്റി വയ്ക്കേണ്ടി വരും, ചിലപ്പോൾ അത് ഉപയോഗിക്കേണ്ടി വരില്ല, വേറെ സാധനമാണ് വെക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ തന്നെ ഒഴിവാക്കാമായിരുന്നു. എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് വാസ് എ ലാക്കിംഗ് ഹിയർ. അപ്പോൾ ഇവിടെ എന്താ, ഇത് ഏത് വേണമെങ്കിൽ IPC, കാരണം ഒരു ഗ്രീവസ് ഹർട്ടാണ്, ഒരു സ്കള്ള് പോയി എന്ന് പറഞ്ഞത്. IPC വേണമെങ്കിൽ ഏത് രൂപത്തിൽ വേണമെങ്കിൽ, നമുക്ക് കൺസ്യൂമർ ആണെങ്കിൽ ഇയാൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി ഇത്രയും ചിലവഴിച്ചു, അതിൻ്റെ പേരിൽ ഇയാൾക്ക് പോയി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻഫോംഡ് കൺസെൻറ്റ് വരെ അതിൻ്റെ അകത്ത് വരുന്ന. അപ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ദാറ്റ് മേ കംസ് അണ്ടർ ദ കൺസ്യൂമർ ആക്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇത് വരാം. ഈ ഒരു സാധനം വെച്ച് നമുക്ക് വിവിധ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. Many times the medical negligence is equated to medical malpractice. Both are different. Medical practice and medical negligence is different. What is medical negligence? It is improper, unskilled or negligent treatment of a patient by a physician, dentist, nurse, pharmacist or other healthcare professional. While medical malpractice is when a healthcare provider strays away from the recognized standard of care in the treatment of patient. മെഡിക്കൽ ഒരു സാധാരണ നിലനിൽക്കുന്ന ഒരു സാധനത്തിനും ഒരു വ്യതിചലിച്ചുകൊണ്ട് വേറെ ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ താല്പര്യങ്ങളാവട്ടെ അത് നിന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കാര്യത്തിന് ചെയ്യുമ്പോഴാണ് നമ്മളതിന് മെഡിക്കൽ മാൽ പ്രാക്ടീസ് പറയുന്നത്. മറ്റത് വേറെയാണ്. And what is the standard of care? Standard of care is defined as what reasonably a prudent medical provider would do or would not have done under the same or similar circumstances. ഇത് നേരത്തെ പറഞ്ഞ നെഗ്ലിജൻസിൻ്റെ മറ്റൊരു വേറെ രീതിയിൽ അത് അവതരിപ്പിച്ചതേ ഉള്ളൂ. അതാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. ഇന്ത്യൻ പീനൽ കോഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ലോ വിദ്യാർത്ഥികളെ ഞാൻ ഈ ലോ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലക്കൊടിയിൽ സൂചി വിൽക്കാൻ പോകുന്നതിന് തുല്യ. അപ്പോൾ അത് ശരിയല്ലാന്ന് തോന്നുന്നു. എന്നാലും പറയാം, ഇന്ത്യൻ പീനൽ കോഡ് 1860s ഒരുപാട് സെക്ഷൻസ് വന്നിട്ടുണ്ട്. സെക്ഷൻ 52, 80, 81, 83, 88. ഇവിടെ വരുമ്പോൾ 304A ആണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കിയൊന്നും ചർച്ചയല്ല. എ കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള പേരിൽ ഡോക്ടർമാരെ അങ്ങനെ ബുക്ക് ചെയ്യാവോ ഇല്ലയോ, ഇതാണ് എപ്പോഴും ചർച്ച വരുന്നത് സുപ്രീം കോർട്ടും. ഇപ്പോൾ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യുക, ഒരു ജസ്റ്റിസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന്, ഈ കേസ് ഓഫ് മെഡിക്കൽ നെഗ്ലിജൻസ് ആർ റെഫേർഡ് ടു എ സ്പെഷ്യൽ ബോർഡ്. ആദ്യമായിട്ടൊരു സ്പെഷ്യൽ ബോർഡിന് വേണം. സ്പെഷ്യൽ ബോർഡിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു എക്സ്പെർട്ട് ഉണ്ടാവാം,
പോലീസ് ഉണ്ടാവാം, ജുഡീഷ്യറി ഉണ്ടാവാം. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് പിന്നീടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ച് പോലീസോ കോടതിയോ ഒരു ഗിൽറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡോക്ടറെ നെഗ്ലിജൻസിൻ്റെ പേരിലോ അല്ലാതെയോ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. സെക്ഷൻ 304A എനിക്ക് തോന്നുന്നു, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് ഈ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ദെൻ നെഗ്ലിജൻസിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നു. നെഗ്ലിജൻസ് എസ് എ ടോട്ട്, ശരിക്കുള്ള ഡെഫിനിഷൻ, എ ടോട്ട് ഈസ് എ റെസിജ്വറി സിവിൽ റോങ്. നിയമപരമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബിക്കം എ സിവിൽ നെഗ്ലിജൻസ്. ഇറ്റ്സ് എ ടോട്ട്. അതാണ് അതിൻ്റെ കാര്യം. ഡ്യൂട്ടീസ് ഇൻ ടോട്ട് ആർ ഫിക്സ്ഡ് ബൈ ദ ലോ ആൻഡ് സച്ച് ഡ്യൂട്ടീസ് ആർ ഓൺഡ് ഇൻ റെം ഓർ ടു ദ പീപ്പിൾ അറ്റ് ലാർജ് ജനറലി. സച്ച് റോങ്സ് ക്യാൻ ബി റെമഡീഡ് ബൈ ഫയലിംഗ് ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ടോർട്ട് നെഗ്ലിജൻസ് പറയുമ്പോൾ എന്താണ്, ഒരു ഡാമേജ് ഉണ്ടാവും, നിങ്ങൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യും, അവിടെ തീർന്നു. ക്രിമിനൽ പോലെ, ക്രിമിനൽ വരുമ്പോൾ എന്താവും, നിങ്ങൾക്ക് ശിക്ഷ വിധിക്കും. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ശിക്ഷകളും വിധിക്കാം, പോലീസ് കേസാക്കാം. പക്ഷേ സിവിൽ അതില്ല. ഈ നെഗ്ലിജൻസ് ബൈ ടോട്ടൽ അതില്ല. ദെൻ നെഗ്ലിജൻസ് അണ്ടർ കോൺട്രാക്ട്. കോൺട്രാക്ട് എന്താണ്, ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു അഡ്വക്കേറ്റ്, നേരത്തെ പറഞ്ഞു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഒരാൾ വരുമ്പോൾ, വരുന്ന സമയം തൊട്ട് തന്നെ നിങ്ങളെ വിശ്വസിച്ച് വരുമ്പോൾ ദർ ഈസ് എൻ കോൺട്രാക്ട്, ഇറ്റ്സ് എ ഇംപ്ലൈഡ് കോൺട്രാക്ട്. നിങ്ങൾ അദ്ദേഹത്തെ കേട്ടുകൊള്ളാം, വൃത്തിയായിട്ട് കേട്ടുകൊള്ളാം, കേട്ടുകൊള്ളാമെന്നല്ല വൃത്തിയായിട്ട് കേട്ടുകൊള്ളാം, കേട്ടാൽ മാത്രമല്ല ആ കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. ആ മനസ്സിലാക്കിയതിൽ നിന്ന് നിങ്ങൾ നിഗമനത്തിലെത്താം. ഈ നിഗമനം നിങ്ങൾ അവരോട് കൺവേ ചെയ്യാം. ആ കൺവേ ചെയ്ത നിഗമനത്തിന് എന്തൊക്കെ പ്രതീതികളുണ്ട് ഇത് കണ്ടെത്താൻ, ഈ നിഗമനം ഞാൻ എത്തിയ നിഗമനം ശരിയാണെന്ന് കണ്ടെത്താം. ഡോക്ടർമാരുടെ കാര്യത്തിലാണെങ്കിൽ എന്തൊക്കെ രീതിയിൽ ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ, ഈ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ള തോന്നലോടുകൂടിയാണ് എൻ്റെ മുന്നിൽ ഒരു രോഗി ഇരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഇംപ്ലൈഡ് കോൺട്രാക്ട്. അതേസമയം തന്നെ ഞാൻ എഴുതി കൊടുക്കാം, എനിക്ക് ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, ഇന്നതൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കിംസ് ഹോസ്പിറ്റൽ ഞാൻ കേട്ടിട്ടുണ്ട്. കിംസ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രിൻ്റഡ് സാധനങ്ങൾ കൊടുക്കും, ഏതൊക്കെ സർജറീസ് ഈ ജോയിൻ ചെയ്യാൻ പോകുന്ന ഡോക്ടർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഡോക്ടർ അത്ര ചെയ്താൽ മതി, അതിൽ കൂടുതൽ ചെയ്യേണ്ട ബാധ്യതയില്ല. പക്ഷെ അത് അറിഞ്ഞിരിക്കണം. ഈ രോഗിക്കും ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് പറയാം. ദാറ്റ് ഈസ് എൻ എക്സ്പ്രസ്ഡ് കോൺട്രാക്ട് എന്ന് പറയുന്ന സാധനം. നേരത്തെ ഒരുപാട് ഡിസ്കസ് ചെയ്ത സാധനമാണ് ക്രിമിനൽ നെഗ്ലിജൻസ്. ഗ്രോസ് ലാക്ക് ഓഫ് കോമ്പിറ്റൻസി ഓർ ഗ്രോസ് ഇൻഅറ്റൻഷൻ ഓർ വാണ്ടഡ് ഇൻഡിഫറൻസ് ടു പേഷ്യൻസ് സേഫ്റ്റി വിച്ച് മേ അറൈസ് ഫ്രം ഗ്രോസ്. ഈ ഗ്രോസ് ആണ് ഇതിൻ്റെ ക്രിമിനലിലേക്ക് പറയുന്ന ഒരു സാധനം. ഗ്രോസ് ഇഗ്നോറൻസ് ഓഫ് ദ സയൻസ് ഓഫ് മെഡിസിൻ ആൻഡ് സർജറി or through gross negligence either in the application and selection of remedies, lack of proper skill in the use of instruments and failure to give proper attention to the patient. ഈ എല്ലാ നെഗ്ലിജൻസും നമ്മൾ ഇതാക്കുന്നത് ഗ്രോസ് എന്നുള്ള പദം വെച്ചാണ്. പക്ഷേ പലപ്പോഴും സുപ്രീം കോർട്ട് അതൊന്നും വേണ്ടെന്ന് പറയും. ഒരുപാട് വേർഡിക്റ്റുകൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരുപാടുണ്ട്. ഈ കേസസ് റിഗാർഡിങ് ദ മെഡിക്കൽ നെഗ്ലിജൻസ് ആൻഡ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ തന്നെ ഇഷ്ടംപോലെ കേസുകൾ വരും. ഇതിൽ പലപ്പോഴും സുപ്രീം കോർട്ട് ഈ ഡോക്ടർമാരോടൊന്നും അത്ര ശത്രുതാപരമൊന്നുമല്ല, കുറച്ചും കൂടി ലീനിയൻ്റ് ഒരു അപ്രോച്ചാണ്. അത് ഈ നേരത്തെ പറഞ്ഞ ഒരു സംഭവം കൊണ്ടാണ്. കാരണം ഈ രീതിയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഡോക്ടർമാർ ചികിത്സിക്കാൻ വൈമുഖ്യം കാണിക്കും എന്നുള്ളത് കൊണ്ടാണ്. മേ ബി ലാക്കിംഗ് പ്രിസൈസ് ഡെഫിനിഷൻ. ക്രിമിനൽ നെഗ്ലിജൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇറ്റ് ഹാസ് ലോങ് ബീൻ റെക്കഗ്നൈസ്ഡ് ദാറ്റ് ക്രിമിനൽ ലയബിലിറ്റി ഓഫ് എ ഫിസിഷ്യൻ മേ റിസൾട്ട് ഫ്രം എ ഹൈ ഡിഗ്രി ഓഫ് നെഗ്ലിജന്റ് കണ്ടക്ട്. What the law calls criminal negligence is largely a matter of degree. It is incapable of precise definition. Prove whether or not it exists is like chasing a mirage. അതാണ് ഇത് ഗ്രോസ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും കണ്ടുപിടിക്കാൻ ഒരു മാർഗവുമില്ല. നമ്മൾ വിചാരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ക്രിമിനൽ അല്ലെങ്കിൽ ഈ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. എങ്ങനെ പ്രൂവ് ചെയ്യും? ഒരു മാർഗവുമില്ല. ഞാൻ പറയുന്നു ഇതാണ് ഇതിൻ്റെ ചികിത്സ, ഇതാണ് ഇതിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, വേറെ മാർഗമൊന്നുമില്ല. ഇപ്പം ഇത്രയും കാലം കൊണ്ട് ഞാൻ പ്രാക്ടീസ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുറേ കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചം ഒരു പ്രധാനമാണ്, അതിൻ്റെ കൂട്ടത്തിലായിരിക്കും അത്. അപ്പം അതുകൊണ്ട് അതിനെ തെളിയിക്കാൻ വേറെ മാർഗമൊന്നും കാണുന്നില്ല. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതുൽ ഗവാൻഡെ, ഹി ഈസ് എ ഫേമസ് endocrinological surgeon. Lot of books he has written. He is a doctor, endocrinological surgeon. He has written. This statement is very important. The important question isn't how to keep bad physician from harming the patient. It is how to keep good physician from harming patient.
അതാണ് പ്രധാനം. ഒരു മോശം സർജൻ, ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിലെ ഒരു സർജനെ ഡോക്ടർ ഡെത്ത് എന്നാണ്, ഇന്ത്യൻ ഡോക്ടറെ പേരിട്ടിരിക്കുന്ന ഡോക്ടർ ഡെത്ത് എന്നാണ്. ആ ഡോക്ടർ സർജറി ചെയ്താൽ ഈവൻ ഹെർണി ചെയ്താലും തട്ടിപ്പോകുന്നതാണ്. അങ്ങനെ ആ ഡോക്ടറെ അവിടുന്ന് പുറത്താക്കി. അങ്ങനത്തെ ഡോക്ടറല്ല, മറിച്ച് ഒരു നല്ല ഡോക്ടർ നമ്മളെല്ലാം മുദ്ര കുത്തിയ ഒരു ഡോക്ടർ, ആ ഡോക്ടറെ അടുത്തൊരു അപകടം ഒരാൾക്കും വരാതിരിക്കാൻ ശ്രമിക്കുന്നവർക്കാണ് കാര്യം എന്നാണ്. ദാറ്റ് ഇസ് അതുൽ ഗുവാൻഡെ ഈസ് എ ഗുഡ് endocrinological surgeon. We'll analyze what are the 4 components. I think there are 4 components in the essential 4 components in the negligence. One is duty of care. Second is breach of care. This breach varumbo whether there is any harm. When there is harm, whether the cause is primarily due to your act. ഇതാണ് ഈ 4 കൂടെ ചേരുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു ഇതുണ്ടോ നോക്കുന്നത്. The fundamental reason behind medical error or medical negligence is the carelessness of the said doctors or medical professionals. It can be observed in various cases where reasonable care is not taken during the diagnosis, during operation, sometimes while injecting anesthesia, etc. ഇതൊരു ഡോക്ടർ സ്റ്റേറ്റ്മെൻറ്റോ കോടതിയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇതൊരു ലേമൻ പറഞ്ഞിട്ടുള്ളതാണ്. മുഴുവൻ ശരിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല, മുഴുവൻ. കാരണം ഇത് ഞാൻ എടുത്തിട്ടത് തന്നെ ഒരു ഡിസ്കഷൻ പാർട്ട് വരികയാണെങ്കിൽ വരണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു കരുതി കൂട്ടിക്കൊണ്ട് നോ ഡോക്ടർ വിൽ ഡു ദാറ്റ് തിങ്. ഐ ഡോണ്ട് തിങ്ക് നോബഡി വിൽ തിങ്ക് ദാറ്റ് നോബഡി വിൽ ഡു എ ഹാം പർപ്പസ്ഫുള്ളി ഓർ നോവിങ്ലി. സംടൈംസ് ഹാപ്പൻ, ഒരു അറിയാതെ സംഭവിക്കും. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു രോഗിക്കും ഒരു ഡോക്ടർ ഉപദ്രവം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉദാഹരണത്തിന് ചില ഈ മുരുകൻ ഇഷ്യൂ ഞാൻ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഐ വിൽ ടോക്ക് ഇൻ ദ ഈ പേഷ്യൻസ് കാൾ. ഇവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഈ കേസിൽ കോടതിയെ പറഞ്ഞിട്ടുണ്ട്, കോടതി ഇത് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ കേസിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു നെഗ്ലിജൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. മറിച്ച് പേഷ്യൻ്റ് പാർട്ടി വാസ് അഗ്രീവ്ഡ്. പാർട്ടി അഗ്രീവാണ്, ഇങ്ങനത്തെ സംഭവമുണ്ട്, മാനസികമുണ്ട്, അതുകൊണ്ട് ചിലവാണ്, ട്രീറ്റ്മെൻറ്റ് ചിലവാണ് വഹിച്ചത്. ആകെ 90,000 രൂപ ചിലവഴിച്ചതിന് 1 lakh അവാർഡ് ചെയ്തു. ഇവിടെ ഞാൻ കാണുന്നൊരു കുഴപ്പം, ദ ഡോക്ടർ കുഡ് ഹാവ് ഡൺ ദ കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ തിങ്. ഇപ്പം നേരത്തെ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ വെദർ പേഷ്യൻസ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ, കറക്റ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ. ഈ കേസിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഇനി ബ്രീച്ച് ഉണ്ടെന്ന് ഒറ്റ ബ്രീച്ച് ചെയ്തിട്ട് വരുന്നുള്ളൂ. ആ ബ്രീച്ച് തന്നെയാണ്, ബ്രീച്ച് അല്ല എന്ന് പറയുന്നില്ല. മേ ബി ദ കമ്മ്യൂണിക്കേഷൻ, ദ കൺസെൻറ്റ്, ദ ടോക്കിംഗ് ദ വാട്ട് ദ പ്രൊസീജിയർ ഈസ് ഗോയിങ് ടു ഡു, ദാറ്റ് ഈസ് മേ നോട്ട് ബി എക്സ്പ്ലെയിൻഡ്. ദെൻ പിന്നെ ഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫക്റ്റ് ഉണ്ട്. ആ ഹാം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്, അതങ്ങനെ സംഭവിക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് എ ഹാം. വി റെഗുലർലി ഡു ദാറ്റ് ആസ് എ ന്യൂറോ സർജൻ. വളരെ കോമൺ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സർജറിയാണിത്. പലപ്പോഴും രോഗികൾ കുഴിഞ്ഞ തലയായിട്ടാണ് വരുന്നത്. ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ ഞാൻ ഒന്നിൽ വയറി വെച്ച സ്കള്ളോ ഫ്രിഡ്ജ് വെച്ച സ്കള്ളോ തിരിച്ച് തലയെ വെച്ച് പിടിപ്പിച്ച് വിടും, അല്ലെങ്കിൽ ഒരു ടൈറ്റാനിയം മെഷ് എന്ന് പറയുന്ന സാധനം വെച്ച് വിടും. പരാതിയൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ നേരത്തെ അവരോട് പറയും. ഒരു പക്ഷേ ഇപ്പം ഞങ്ങളുടെ ഈ കേസിലല്ല, ഞങ്ങളൊക്കെ വരുന്ന പലപ്പോഴും ട്രോമ അപകടമൊക്കെ ആയിട്ട് പറ്റി വരുമ്പോൾ പ്രൈമറി എയിം ഈസ് ടു സേവ് ദ പേഷ്യൻറ്റ്. അപ്പോൾ പലപ്പോഴും നമ്മൾ തുറക്കുമ്പോഴായിരിക്കും ഇനി എന്ത് എന്നുള്ള ചിന്ത വരുന്നത്. അപ്പോൾ നമ്മുടെ മുൻകാല എക്സ്പീരിയൻസും നമ്മുടെ പരിചയമൊക്കെ വെച്ചാൽ വി ഡു ദ സർജറി. അപ്പോൾ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം പുറത്ത് പോയി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു എമർജൻസി കണ്ടീഷനിൽ ഐ ഡോണ്ട് തിങ്ക് യു വിൽ ബി ഏബിൾ ടു ഡിസ്കസ് ഈച്ച് ആൻഡ് എവ്രിതിങ് ടു പേഷ്യൻസ് റിലേറ്റീവ്. ദേ മേ നോട്ട് ബി ഏബിൾ ടു റിസീവ് ഇറ്റ്. അങ്ങനെ പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. അങ്ങനത്തെ കണ്ടീഷനിലാണ് where the first thing comes. The patients came to you with a trust. ആ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിന് വേറെ കുറേ കാര്യങ്ങൾ, അടിച്ചു പൊളിച്ചു കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് പ്രൈവറ്റ്ലി. ഗവൺമെൻറ് സെക്ടറിൽ അങ്ങനെ വരുന്നത് വളരെ കുറവാണ്. സോ ദർ ഇസ് എ ഡ്യൂട്ടി ഓഫ് കെയർ. എന്താണ് ഈ ഡ്യൂട്ടി ഓഫ് കെയർ എന്ന് പറയുന്നത്? എ ഡോക്ടർ ഓർ എ മെഡിക്കൽ പ്രാക്ടീഷണർ വെൻ അറ്റൻഡ്സ് ടു ഹിസ് പേഷ്യൻറ്റ് ഓവ്സ് ഹിം ദ ഫോളോയിങ് ഡ്യൂട്ടീസ് ഓഫ് കെയർ. എ ഡ്യൂട്ടി ഓഫ് കെയർ ഇൻ ഡിസൈഡിങ് വെദർ ടു അണ്ടർടേക്ക് ദ കേസ്. അതാണ്, എനിക്ക് പറ്റുമോ ഈ കേസ് എടുക്കാൻ, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതാണോ, ക്യാൻ ഐ ഡു ദ സർജറി എന്ന് നമുക്ക് തന്നെ സ്വയം ചോദിക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി. സെക്കൻഡ്, എ ഡ്യൂട്ടി ഓഫ് കെയർ ഇൻ ഡിസൈഡിങ് വാട്ട് ട്രീറ്റ്മെൻറ്റ് ടു ബി ഗിവൺ. ഈ ഒരു പേഷ്യൻ്റ്, ഈ ഒരു പ്രത്യേക രോഗത്തിന് എന്ത് ചികിത്സ നൽകണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണം. ആൻഡ് ഡ്യൂട്ടി ഓഫ് കെയർ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ആ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നതിലാണ്. ഇത് കൂടാതെ കുറേ കാര്യങ്ങൾ, വേറെയും കുറേ കാര്യങ്ങൾ ഈ എനിക്ക് തോന്നുന്നു VP ശാന്ത ഇഷ്യൂയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതർ ഡ്യൂട്ടീസ് എന്നുള്ളത്. When the patient comes to you, you should talk to the patient, you should listen to the patient, you should make a diagnosis to the patient,
and you should tell them what all investigation you have to do. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇൻക്ലൂഡിങ് കൺസെൻറ്റ്, ഇതിൻ്റെ കോംപ്ലിക്കേഷൻ, എല്ലാ കോംപ്ലിക്കേഷനും ഈവൻ 0.1% ആയിരിക്കാം, ആ കോംപ്ലിക്കേഷൻസ് വരെ പറഞ്ഞ് പോകണമെന്നാണ് അതിൻ്റെ കണക്ക്. അതൊക്കെ ഡ്യൂട്ടി ഓഫ് കെയറിൽ വരുന്നതാണ്. ഇവിടെ എവിടെ ബ്രീച്ച് ഉണ്ടായാലും ദേ ക്യാൻ ബ്ലെയിം യു. ദെൻ ദർ ഇസ് എ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. ഈ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയുടെ കാര്യം പറയുമ്പോൾ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നെഗ്ലിജൻസ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാക്ക് ഓഫ് ഇൻഫോംഡ് കൺസെൻറ്റ് ടു സ്പൈനൽ സർജറി, ട്രേസി ഹാസൽ വേഴ്സസ് അർലിംഗ്ടൺ ഹോസ്പിറ്റൽ NH ഫൗണ്ടേഷൻ ട്രസ്റ്റ്. ഇവിടെ 4.4 മില്യൺ ആണ് അവാർഡ് ചെയ്തിരിക്കുന്നത്. 4.4 മില്യൺ ഈ ഡോക്ടർക്കെതിരെ. പെട്ടെന്ന് കഴുത്തിന് കീഴ്പോട്ട് തളർന്നുപോയി. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം അവർ ഈ കോടതി ഒബ്സർവ് ചെയ്തൊന്നേ ഉള്ളൂ, ഈ സർജറി ഉണ്ടാവാം. യു ഡിഡിൻറ്റ് ടോക്ക് എനി ടൈം വെദർ ദ പേഷ്യൻ്റ് വിൽ ബി ക്വാഡ്രിപ്ലീജിക്. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ ഈ പേഷ്യൻറ്റിനെ ഈ ക്വാഡ്രിപ്ലീജിക് ആവും എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പറയുന്നുണ്ട്, ദേ ഹാവ് ഗോൺ ടു മൈ വെബ്സൈറ്റ്, അവിടെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, കോംപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നോ നത്തിങ് ഡൂയിങ്, യു ഷുഡ് ഹാവ് ടോക്ക് ദാറ്റ്. ഒരു ഇൻഫോംഡ് കൺസെൻ്റ് ആയിട്ട് വാങ്ങണമായിരുന്നു. അത് വാങ്ങാത്തത് കൊണ്ട് ഇറ്റ്സ് ബിക്കം എ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. ദെൻ ഹാം, എ ലാക്ക് ഓഫ് ഇൻഫോംഡ് കൺസെൻറ്റ് ടു സ്പൈൻ സർജറി. എഗെയിൻ അവിടെ തന്നെയാണ് വരുന്നത്. ആ ഒരു കേസ് എടുത്ത് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ ഹാം സംഭവിച്ചിട്ടുണ്ട്, ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഡാമേജ്? നടന്നു വന്ന രോഗി കിടന്നു പോകേണ്ട ഒരവസ്ഥ രോഗിയെ സംബന്ധിച്ചോളം ഗുരുതരം തന്നെയാണ്. നമ്മൾ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന്, ഞാനൊരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഡോക്ടറെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ ഹാം, ഇറ്റ്സ് എ ഡാമേജ്. ഒരു ചെറുപ്പക്കാരൻ, ഐ തിങ്ക് ദറ്റ് പേഴ്സൺ വാസ് 40 years or 42 years, a 42-year female or male who come to you by walking and talking to you regarding the disease, and they have come with a trust, and you have done all the investigation, and you have appointed or fixed for a surgery. After the surgery, the patient could never move his upper limb or lower limb. ഒന്നാലോചിച്ച് നോക്കൂ. ഇതൊക്കെ പഴയ ഈ കഥ പറയുന്ന പോലെ, ഏതാ ഈ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന കാഫ്കയുടെ കഥ പറയുന്ന പോലെ, ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിയായി മാറിയ പാറ്റയൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ എഴുന്നേക്കാനൊന്നും പറ്റാത്ത അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കും. ഇത് സെയിം തിങ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദ തേർഡ് ഹാം. ദെൻ കോസസ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ സർജറി കൊണ്ടോ നിങ്ങളുടെ എന്തെങ്കിലും ആക്ട് കൊണ്ടോ, ദീസ് ഡോക്ടേഴ്സിൻ്റെ ഏതെങ്കിലും ആക്ട് കൊണ്ടാണോ ഇത് സംഭവിച്ചെന്നുള്ളതാണ്. അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ 4 പാർട്ടിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ യു ക്യാൻ പ്രൂവ് ദ മെഡിക്കൽ നെഗ്ലിജൻസ്. മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യുമ്പോൾ വളരെ രസകരമായൊരു കാര്യം എന്താ അറിയോ? ബർഡൻ ഓഫ് പ്രൂഫ്. ആരാ അത് പ്രൂവ് ചെയ്യേണ്ടത്? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, പോസ്കോ പ്രകാരം നിങ്ങൾക്ക് കേസെടുത്താൽ വിക്ടിം വേണം പ്രൂവ് ചെയ്യാനായിട്ട്. ഇപ്പം എനിക്കെതിരെ കേസെടുത്താൽ ഒരു പീഡനം ഞാൻ നടത്തിയെന്ന് ഒരാൾ ആരോപിച്ചാൽ ഞാൻ വേണം അത് നടത്തിയിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യും. ഇവിടെ ഏകദേശം അതുപോലെ തന്നെയാണ്. കാരണം ദ പേഷ്യൻറ്റ് ഷുഡ് പ്രൂവ് ഇറ്റ്. ഈ ഡോക്ടർ ചെയ്തുകൊണ്ടാണ് കുഴപ്പമെന്നുള്ളത്. പ്ലെയിൻറ്റിഫ് ഷുഡ് പ്രൂവ് ഇറ്റ്. ദ ബർഡൻ ഓഫ് പ്രൂഫ് ആൻഡ് ചാൻസ് ഓഫ് എറർ. ദ ബർഡൻ ഓഫ് പ്രൂഫ് ഓഫ് നെഗ്ലിജൻസ്, കെയർലെസ്നെസ്, ഓഫ് ഇൻസഫിഷ്യൻസി ജനറൽ ലൈസ് വിത്ത് ദ കംപ്ലൈനൻറ്റ്. The law requires a higher standard of evidence than otherwise. To support an allegation of negligence, it says a doctor. In case of a medical negligence, the patient must establish her or his claim against the doctor. ഇതാണ് ഡോക്ടറുകളുടെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് അതിൻ്റെ കാരണം വെച്ചാൽ, ഇത് പറയുമ്പോൾ വേറെ കാര്യം വെച്ചാൽ, പലപ്പോഴും ഈ പ്ലെയിൻറ്റിഫിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആളുടെ കൂട്ടത്തിൽ ഈ ഡോക്ടർമാരുടെ അടുത്തുള്ള അത്രയും തന്നെ എക്സ്പെർട്ടൈസ് ആൾക്കാരുണ്ടാവില്ല. അഡ്വക്കേറ്റ് ആരെങ്കിലുമൊക്കെ കണ്ടു അല്ലെങ്കിൽ വായിച്ചും പിടിച്ചും ഒക്കെ ഉള്ള ഒരു ഇത് വെച്ചായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും അഡ്വാൻറ്റേജ് അവിടെ തന്നെയാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. വൺ ഓഫ് മൈ കൊളീഗ്, മൈ ഫ്രണ്ട്, who had done a surgery for a spinal disc, lumbar disc disease. വളരെ വളരെ റിമോട്ടായിട്ട് പറയുന്ന, വളരെ വളരെ റെയറായിട്ട് പറയുന്ന, എൻ്റെ അറിവിൽ ഞാൻ ഈ 25 വർഷത്തിനിടയ്ക്ക് only 4 such cases I met with. 4 happened to my 4 different my friends. ഈ ഡിസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറയുന്നത് വെച്ചാൽ, വയറിനകത്തേക്ക് ഈ ഡിസ്ക് എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം വയറിനകത്തേക്ക് കടന്നു പോയി അവിടെയുള്ള ഒരു ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് ഉണ്ടായി, പേഷ്യൻ്റ് ഡെത്തായി. ഈ ഒരു കേസിൽ ചെറുതായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ഒരു 8 hours ഓപ്പറേഷൻ ചെയ്തു. പേഷ്യൻ്റ് വാടി പോയി, ആഹാരമൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ പേഷ്യൻ്റ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു. എന്താ കാര്യം എന്നറിയില്ല. ബാക്കി പരിശോധനകളെല്ലാം കഴിഞ്ഞപ്പോൾ വയറിനകത്തൊക്കെ ബ്ലഡ് കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പേഷ്യൻ്റ് ഡൈറ്റ്, യങ് മാൻ. ഇതിൻ്റെ എക്സ്പെർട്ട് ഒപ്പീനിയന് പോയത് ഞാനാണ്. അപ്പോൾ അന്ന് വന്നത് എനിക്കൊന്ന് പഴയ SNDPയുടെ ഒരു
പഴയ ചെയർമാനുണ്ട് വിദ്യാസാഗർ, അഡ്വക്കേറ്റ് വിദ്യാസാഗറാണ്. ഇദ്ദേഹം വന്നത് എന്താണ്, ടെക്സ്റ്റ് ബുക്ക് ഓഫ് ന്യൂറോ സർജറി, ടെക്സ്റ്റ് ബുക്ക് ഓഫ് സ്പൈനൽ സർജറി, ഒരു നെറ്റർ അനാറ്റമി എന്ന് പറയുന്ന അനാറ്റമിയുടെ കോപ്പി, ഇതെല്ലാം കൂടിയായിട്ടാണ്. ഐ തിങ്ക് വി ഡിസ്കസ് മോർ ദാൻ 3 hours there. In fact, to the consumer court judge, I was drawing each and every step of the surgery and I discussed the thickness of each element there. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ജഡ്ജ് പറഞ്ഞു, ഡോക്ടർ വാട്ട് എവർ യു സെഡ് ഇസ് റൈറ്റ്, ബട്ട് ദർ ഈസ് എ ലോസ്, സോ വിൽ ഡിസൈഡ് ലേറ്റർ. അപ്പോൾ അവിടെ ഒരു സംഭവമുണ്ട്, ഇവിടെയും പ്രൂവ് ചെയ്യേണ്ടത് അവരേക്കാൾ എക്സ്പെർട്ട് ഞാനാണ് ഈ കാര്യത്തിൽ. അങ്ങനെ ചെറിയ പ്രശ്നം എപ്പോഴും ഈ കംപ്ലൈൻറ്റിൻ്റെ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇത് നിലവിലില്ല എന്ന് പറഞ്ഞു. റസ് ഇപ്സ ലൊക്വിറ്റോർ എന്ന് പറയുന്നത് ദ തിങ്സ് സ്പീക്സ് ബൈ ഹിംസെൽഫ്. എവിടെയാണ് ഇവിടെ ഞങ്ങളുടെ മെഡിക്കൽ ഇതിലാണെങ്കിൽ പറയും, ഇപ്പോൾ വയറിനകത്ത് ഈ അടുത്തിടയ്ക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു ഓപ്പറേഷൻ ഗൈനക്ക് ഓപ്പറേഷൻ ചെയ്തൊരു തുണി വെച്ചു, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരു പ്ലാസ്റ്റർ ഇട്ടാൽ മാറാവുന്ന രോഗത്തിന് കാല് മുറിച്ചു, അത് നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ വക സാധനങ്ങൾ വെച്ചിട്ട് അത് മാത്രം മതി എന്ന് പറയുന്നത്, പക്ഷേ അത് മാത്രം പോരാ എന്നുള്ളതാണ് അത്ര ഇപ്പോഴത്തെ സംഭവങ്ങൾ. ഇപ്പോൾ റസ് ഇപ്സ ലെക്വിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ തിങ്സ് സ്പീക്സ് ഫോർ ഇറ്റ്സ്. ചില കാര്യങ്ങൾ സ്വമേധയാ വെളിപ്പെടും, അതിന് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. The evidence suggests that the appellant has performed the operation and the acted in accordance with the practice regularly accepted and adopted by him in this hospital. ഇത് വേറൊരു വേർഡിക്റ്റിൻ്റെ പാർട്ട് ഞാൻ മാത്രം എടുത്തതാണ്. ആൻഡ് സെവറൽ പേഷ്യൻസ് ആർ റെഗുലർലി ട്രീറ്റഡ് ഫോർ ദ ഐ പ്രോബ്ലം. ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ണിന് കാഴ്ച പോയി. ആ കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ അവർ നെഗ്ലിജൻസ് ആക്ട് ആണെന്ന് പറഞ്ഞിട്ടാണ് കോടതി പോയത്. അപ്പോൾ കോടതി ഒബ്സർവ് ചെയ്തത് ഇവരുടെ ഇത് കാലത്ത്, അത് വളരെ നല്ലൊരു ഭയങ്കര ജഡ്ജ്മെൻറ്റാണ്, ഒരുപാട് കാലത്ത് അവർ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്സ് കളക്ട് ചെയ്തു. ഈ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള പേഷ്യൻ്റെ ഒപ്പീനിയൻ എടുത്തു, ഈ ഡോക്ടറെ കുറിച്ചുള്ള ഒപ്പീനിയൻ എടുത്തു. ഓൾ ഒപ്പീനിയൻസ് ആൻഡ് ഓൾ റെക്കോർഡ്സ് ആർ ഇൻ ഫേവർ ഓഫ് ദ പേഷ്യൻ, ഡോക്ടർ. അതുകൊണ്ട് അവസാനം എന്ത് പറഞ്ഞു, ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഡോക്ടർക്കെതിരെ വലിയ കാര്യമായിട്ടൊന്നും വിധിച്ചില്ല എന്നുള്ളതാണ്. ദ ഹോണറബിൾ സുപ്രീം കോർട്ട് ഇൻ കേസ് ഓഫ് ഡോക്ടർ ലക്ഷ്മൺ ബാലകൃഷ്ണ വേഴ്സസ് ഡോക്ടർ ട്രയംബക് 1900 സുപ്രീം കോർട്ട് പേജ് 120 ഹെൽഡ് ദ അബവ്. അവിടെ ഇതുപോലത്തെ ഒരു കേസ് തന്നെയാണ്, ഏകദേശം ഇതുപോലെ സിമിലർ കേസ്. അതിലും ഡോക്ടർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കോടതി എടുത്തത്. ഞാനിത് പറഞ്ഞു വരുന്നത് വെച്ചാൽ പലപ്പോഴും കോടതി അത്ര ഒരു മോശം നിലപാടൊന്നും ഡോക്ടർമാർ എടുക്കാറില്ല. പൊതുവെ എല്ലാവരും ഡോക്ടർമാർ ഈ കോടതിക്കെതിരെ നിൽക്കുമ്പോഴും അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഇപ്പോൾ പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ ഉയർന്നു വന്നത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷം 1986. Ever since profession have been included under the purview of consumer protection law, medical practitioners too have felt the heat. It is on a footing different from any other kind of negligence. Under consumer protection laws, medical negligence is another form of deficiency in service. ഇപ്പോൾ നമുക്കറിയാം, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ബസ് ഓടിക്കുന്നവരുണ്ട്, വക്കീലന്മാരുണ്ട്, ആർക്കിടെക്റ്റുമാരുണ്ട്, ഇവരെല്ലാം വേണമെങ്കിൽ കൺസ്യൂമറിൻ്റെ കീഴില്ല. ഇവരൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ കാര്യങ്ങൾ. നേരത്തെ അദ്ദേഹം പറഞ്ഞു വാട്ട് ഈസ് പ്രൊഫഷണൽ തിങ് എന്നുള്ളത് എല്ലാവരും. പക്ഷെ ആ ഒരു നുഖത്തിൽ തന്നെ ഡോക്ടർമാരെ കെട്ടാൻ പറ്റില്ല. സോ ബിക്കോസ് ഡിഫറെൻറ്റ്, യു ആർ പ്ലേയിങ് വിത്ത് എ ലൈഫ്, യു ആർ പ്ലേയിങ് വിത്ത് എ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഹ്യൂമൻ ലൈഫായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ്, നോ ഡൗട്ട്. ഇറ്റ് ഷുഡ് ബി മോർ കെയർഫുൾ. ദ ലാൻഡ്മാർക്ക് കേസ് ഐ ടോൾഡ് യു, IMA വേഴ്സസ് P. ശാന്ത, ദിസ് ഇസ് ദ ലാൻഡ്മാർക്ക് കേസ്. ഇവിടെയാണ് ശരിക്കും വാട്ട് ഈസ് എ കൺസ്യൂമർ, ഹൗ ദ ഡോക്ടർ കംസ് അണ്ടർ കൺസ്യൂമർ ആക്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ ജഡ്ജ് സാലിയൻ ഫീച്ചേഴ്സ് മാത്രം ഞാൻ പറയാം. ദ ജഡ്ജ്മെൻറ്റ് ഇൻ ദിസ് കേസ് defined medical care as a service that was covered under the act. The service provided was not free of charge or for a nominal registration fee. Even അതാണ് ഗവൺമെൻറ് ഇതിന് കീഴിൽ പാടില്ല എന്ന് പറയുമ്പോഴും ഗവൺമെൻറ് വരും. കാരണം ഗവൺമെൻറ്റിൽ നിങ്ങൾ ചികിത്സയുടെ ഒരു OP ടിക്കറ്റിന് 2 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ യു ആർ ചാർജിങ് ഇറ്റ്. നിങ്ങളവിടെ ബ്ലഡ് ടെസ്റ്റിന് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ചാർജിങ്, ഇറ്റ്സ് നോട്ട് ഫ്രീ. ഓപ്പറേഷന് നിങ്ങൾ 100 രൂപ വയ്ക്കുന്നുണ്ട്, മേജർ ഓപ്പറേഷൻ 100 രൂപയും മൈനർ ഓപ്പറേഷൻ 25-50 രൂപയും വയ്ക്കുന്നുണ്ട്. വെൻ യു കീപ്പ് ഇറ്റ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് ഫ്രീ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ടോട്ടലി ഫ്രീ. അതുകൊണ്ട് ഗവൺമെൻറ് ഡോക്ടർമാരും കൺസ്യൂമറിൽ വരും എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് ഇതുവരെ അങ്ങനെ വലിയൊരു ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ദെൻ ഈ ഫ്രീ ദ ചാർജസ് വെർ വേവ്ഡ് ബിക്കോസ് ഓഫ് ദ പേഷ്യൻസ് ഇന്നബിലിറ്റി ടു പേ. പേഷ്യൻറ്റിന് കാശ് കൊടുക്കാൻ കഴിയാത്തതോട് ഫ്രീ ആക്കുന്നു എങ്കിലും നിങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരും. Their service was at a private hospital that charges all patients. ഈ ഒരു പേഷ്യൻ്റ് ഒഴിവാക്കിയാലും ബാക്കി രോഗികൾക്കൊക്കെ നിങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും യു കംസ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്.
any service rendered which was paid for by an insurance firm, അപ്പോഴും നിങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ വരും. Then comes another entities, negligence by professional. Professionals are persons professing some special skill or job who are trained in profess in that area specifically and bear the responsibility of professing with due care. നേരത്തെ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു, ലോയേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും എല്ലാവരും അവരവർക്ക് കീപ്പ് ചെയ്യേണ്ട, അവരവരുടെ ലെവലിൽ വേണ്ട ഓരോ ആൾക്കാരും. ഇപ്പോൾ ന്യൂറോ സർജൻ എന്നുള്ള എനിക്ക് വാട്ട് ഐ ഷുഡ് അക്വയർ മോർ ദാൻ MBBS പീപ്പിൾ, അത് നിർബന്ധമാണ്. അതാണ് എൻ്റെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മാഡം എന്ത് ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതുണ്ട്. ഇതുപോലെ ഓരോരുത്തർക്കും ഉണ്ട്, ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. മിനിമം മാർജിൻ നോട്ട് ടു ദ ഹയർ സ്റ്റാൻഡേർഡ് ഓർ നോട്ട് ടു ദ ബിലോ മിനിമം ലെവൽ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലെവലുണ്ട്. അതാണ് അതിൻ്റെ. ഇവിടെ 2 കേസുകളാണ് ഇവർ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനിലായാലും മെഡിക്കൽ നെഗ്ലിജൻസ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ലോ സ്റ്റുഡൻസ് എല്ലാവരും ഇനി വരും കാലങ്ങളിലാണെങ്കിലും എനിക്കറിയില്ല പുതിയത് വരുമോ ഇല്ല എന്നുള്ളത്. ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിലും അതിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഒന്ന്, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ ഒരു കേസിൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ഡോക്ടറെ ഇവിടെ വളരെ ഡോക്ടർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങളൊരു നെഗ്ലിജൻസിൻ്റെ പേരിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കപ്പെടേണ്ട രീതികൾ, അവലംബിക്കപ്പെടേണ്ട ഈ രീതികൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് ജേക്കബ് മാത്യു ആൻഡ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. വളരെ വളരെ ഡീറ്റെയിൽ ആണ്, അത് വായിക്കേണ്ട സാധനമാണ്. ഇത് രണ്ടുമാണ് നിങ്ങൾ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കേണ്ട 2 സംഭവങ്ങൾ. The general principle on this subject have been lucidly and elaborately explained in the 3-judge bench decision of this court in Jacob Matthew versus State of Punjab. In paragraph 41 of the decision, it was observed that the practitioner must bring to his task a reasonable degree of skill and knowledge and must exercise a reasonable degree of care. Neither a very highest nor a very low degree of care and competencies what the law requires. ഞാൻ നിർത്തിക്കോളാം, അധികം സമയം എടുക്കില്ല. 10 minutes more. I know you are feeling hungry. ഒരു 10 മിനിറ്റ് ക്ഷമിക്കാമല്ലോ അല്ലേ? ഓക്കെ. The Supreme Court in Jacob Matthew versus State of Punjab, a professional entering into certain profession is deemed to have knowledge regarding the profession, and it is assured impliedly by him that a reasonable amount of care shall be taken to profess his profession. The person can be held liable under negligence if he did not possess the required skill to possess or he failed to take essential amount of care to. ഇതൊക്കെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെയുള്ള ചോദ്യം ഇതാണ്, ആരാണ് ഇതിൻ്റെ എവിഡൻസ് കൊടുക്കേണ്ടതാണ്? The need for expert evidence in medical negligence. The commission cannot constitute itself into an expert body and contradict the statement of doctors unless there is something contrary on the record by way of an expert opinion or there is any medical treatise on which reliance should be based. അതാണ് നിങ്ങൾ ആരാണ് ഇതിൻ്റെ എവിഡൻസ് കൊടുക്കുന്നത്? കമ്മീഷണറിൻ്റെ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് അവർക്ക് പറയാനേ പറ്റത്തുള്ളൂ കൃത്യമായിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരാൻ. ബാക്കി പോലീസും അതർ കാര്യങ്ങളാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു ചോദ്യം വരുന്നത് എപ്പോഴും എന്നുവെച്ചാൽ പൊതുവെയുള്ളൊരു വിശ്വാസം എന്താ അറിയും, സത്യം തന്നെയാണ്, ഒരു പരിധിവരെ സത്യം തന്നെയാണ്. ഇപ്പോൾ ലോ വിഭാഗക്കാരാണെങ്കിൽ അവരവരുടെ ഭാഗത്തിന് സംരക്ഷിക്കാൻ ശ്രമിക്കും, ഓരോ വിഭാഗക്കാരും അവരവരുടെ ആൾക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കും എന്നുള്ളതൊരു ഇംപ്ലൈഡ് തിങ്കിങ് ആണ്. ഡോക്ടർമാരെ സംരക്ഷിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് നേഷണൽ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാഹചര്യത്തിൽ യു ക്യാൻ റിലേ ഓൺ ദ മെഡിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, മെഡിക്കൽ ലിറ്ററേച്ചർ ഉപയോഗിക്കാവുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെഡിക്കൽ ലിറ്ററേച്ചറും നിങ്ങളുടെ പ്രൂഫായിട്ട് കൊണ്ടുവന്ന് വാദിക്കാവുന്നതാണ്. ദെൻ 2 ടെസ്റ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് ബോളം ടെസ്റ്റ്. ഐ തിങ്ക് യുവർ ചങ്ക് ബ്രോ ഹസ് ഡിസ്കസ് ഇറ്റ്, ബോളം ടെസ്റ്റ് വെരി വെൽ. പക്ഷേ ഐ വാണ്ട് ടു ടോക്ക് സംതിങ് വിച്ച് ഇസ് ഡിഫറെൻറ്റ്. സോ ബോളിത്തോ ടെസ്റ്റ്. ബോളിത്തോ ടെസ്റ്റ് ഈസ് വെരി 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 സിഗ്നിഫിക്കൻറ്റ്. ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ബോളം ടെസ്റ്റ് എപ്പോഴും ഡോക്ടർമാർക്ക് അനുകൂലമായിട്ടാണെന്നുള്ളതും ഇവരൊന്നും അങ്ങനെയല്ല, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദ ബോളിത്തോ ഹസ് മെയ്ഡ് വെനദർ ദ കോർട്ട് ഷുഡ് നോട്ട് ആക്സെപ്റ്റ് എ ഡിഫൻസ് ആർഗ്യുമെന്റ് ആസ് ബീങ് റീസണബിൾ, റെസ്പെക്റ്റബിൾ ഓർ റെസ്പോൺസിബിൾ വിത്തൗട്ട് ഫസ്റ്റ് അസസിങ് whether such opinion is susceptible to logical analysis. And however, where there is a body of medical opinion which represents itself a reasonable, respectable or responsible, it will be rare for the court to be
able to hold such opinion to the ഒറ്റ കാര്യമുള്ളൂ, ഈ ബോളിത്തോ ടെസ്റ്റ് ഈസ് ഓൾവേസ് എഗെയിൻസ്റ്റ് ദ ഡോക്ടേഴ്സ് ആൻഡ് ദ ബോളം ടെസ്റ്റ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ ഡോക്ടർ. ഇതാണ് ഒരു ബേസിക് ഡിഫറൻസ്. ദെൻ വി ഹാവ് ടു തീരാറായി 3-4 സ്ലൈഡും കൂടി ഉള്ളൂ. ദ ലയബിലിറ്റി. എന്ത് കേസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഷുഡ് ഫിക്സ് എ ലയബിലിറ്റി. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കാരാണെങ്കിലും കൊച്ചുങ്ങളാണെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ നിങ്ങളൊന്ന് ശിക്ഷിക്കും. That should be there. The liability of a person committing the wrong can be of 3 types, depending on the harm or the injury suffered by the injured person. One is civil liability. I told you, civil liability usually includes the claim for damage suffered in the form of compensation. Is very clearly the judgment is there, Mr. M. Ramesh Reddy versus State of Andhra Pradesh, where the patient fell in the bathroom, slip ചെയ്തിട്ട്. അപ്പോൾ അതിന് പറ്റിയ ഡാമേജ് ഇവർ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. സിവിൽ ലയബിലിറ്റി ഡാമേജ് മാത്രം. ദെൻ ക്രിമിനൽ ലയബിലിറ്റി ഐ ടോൾഡ് യു, ദർ മേ ബി എൻ ഒക്കേഷൻ വെൻ ദ പേഷ്യന്റ് ഹസ് ഡൈഡ് ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് ആൻഡ് ക്രിമിനൽ കേസ് ഈസ് ഫയൽഡ് അണ്ടർ സെക്ഷൻ 304A ഓഫ് ദ IPC ഫോർ എലിഗന്റ്ലി കോസിംഗ് ദ ഡെത്ത് ബൈ റാഷ് ഓർ നെഗ്ലിജന്റ് ആക്ട്. ക്രിമിനൽ ലയബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ടു കൺക്ലൂഡ്, ഐ എം ജസ്റ്റ് ഫിനിഷിംഗ്. ടു കൺക്ലൂഡ്, മെഡിസിൻ, which is one of the noblest profession, requires setting a realm which can benefit the victims of various diseases. Many doctors, even the specialists, sometimes neglect small things to be taken care of while practicing, which may result in damage to the patients that could have been avoided, or sometimes even death of the patients. People in our country are already victims of many diseases and are dying due to same. Let us make efforts to reduce these deaths and focus on improvising the profession so that people do not die in the place where they come to healed. Again, let me conclude with this statement. Cure is human, but to replicate the same mistake due to one's carelessness is negligence. Never forget, tender, loving care reduces many conflicts. Thank you. താങ്ക് യു സോ മച്ച് സർ. ഡോക്ടർ PK ബാലകൃഷ്ണന് ADR സെൻറ്ററിൻ്റെയും ചികിത്സാ നിധിയുടെയും വക ഒരു ഉപഹാരം നൽകുന്നതിനായി ഡോക്ടർ ബ്രഹ്മപുത്രനെ ക്ഷണിക്കുന്നു.